ഹലോ ഫ്രണ്ട്സ്, ടെല വി സിംപ്ലിഫൈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് NCERTയുടെ എക്സസൈസ് 5.5 വർക്കൗട്ട് ചെയ്യാൻ പോകും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തായിരുന്നു? നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ x, log x, sin x, അപ്പോൾ ആ രീതിയിൽ വന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസിൻ്റെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എക്സസൈസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്താ പറയേണ്ടത്? നമ്മൾ ഈ എക്സസൈസിൽ 5.5 എക്സസൈസിൽ കംപ്ലീറ്റ്ലി എന്താണ് നമുക്ക് വരുന്നത്? ലോഗരിതമിക് ഡിഫറൻസിയേഷൻ, ലോഗ് യൂസ് ചെയ്തിട്ടുള്ള ഡിഫറൻസിയേഷൻ്റെ മെത്തേഡുകളാണ് ഈ എക്സസൈസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്ക് ഈ എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് 2-3 എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് കൂടെ കാണണം. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. സോ ആ ക്വസ്റ്റ്യൻസ് കൂടെ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എക്സസൈസിലോട്ട് പോവാം. ഓക്കെ, സോ അതാ നോക്കിക്കോ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാമ്പിൾ ക്വസ്റ്റ്യനാണ് നമുക്ക് ആദ്യം കിടക്കുന്നത്. ഓക്കെ, അതാ നോക്കിയേ. ഡിഫറൻഷിയേറ്റ് റൂട്ട് ഓഫ് x-3 ഇൻറ്റു x²+4 ഡിവൈഡഡ് ബൈ 3x²+4x+5 വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ നമുക്ക് തന്നേക്കുന്ന ഫംഗ്ഷൻ താണ്ട് ഇങ്ങനൊരു ഫംഗ്ഷന് ഞാൻ പറഞ്ഞായിരുന്നില്ലേ, നമുക്ക് ചില ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ആരും ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞ് ലോഗ് ഫംഗ്ഷനെ യൂസ് ചെയ്ത് അത് ഡിഫറൻസിയേഷനൊക്കെ നമുക്ക് എന്താക്കാം, എളുപ്പമാക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ലേ. സോ ഈ ഒരു തന്നേക്കുന്ന ഫംഗ്ഷൻ നമുക്ക് ലോഗ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് തന്നേക്കുന്നത് എന്താ? y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x-3 ഇൻറ്റു x²+4 ദ ഹോൾ ഡിവൈഡഡ് ബൈ 3x²+4x+5 ഇങ്ങനെയല്ലേ കിടക്കുന്നത് ആണ്. സോ നമുക്കിവിടെ കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്, ഒരു റൂട്ട് കിടപ്പുണ്ട്, അതിനകത്ത് കുറേ ഫംഗ്ഷൻസ് കിടപ്പുണ്ട്. ആ ഫംഗ്ഷൻസ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്തും ഡിവൈഡ് ചെയ്തും കിടക്കും. സോ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആ ലെബിനിറ്റ്സ് റൂളും കോഷ്യൻ റൂളും ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട റൂളുകൾ ഏതൊക്കെ വരും? ലെബിനിറ്റ്സ് റൂൾ അപ്ലൈ ചെയ്യണം, കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം, അതേപോലെ കോമ്പോസിറ്റ് ഫംഗ്ഷന് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. ഇതെല്ലാം ചെയ്യണം. ഓക്കെ, ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടിയാണ് ലോഗ് എടുക്കും. രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യും? ലോഗ് എടുക്കും. ഓക്കെ, സോ രണ്ട് സൈഡിൽ ലോഗ് എടുക്കുക. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താവും? ലോഗ് y ആവും. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താവും? ലോഗ് ഓഫ് ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? x⁻²² അല്ലേ. സോ റൂട്ടിന് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? പവറായിട്ട് raised to 1/2 എന്നാക്കാൻ പോവാ. ഓക്കെ, ലോഗ് ഓഫ് അടുത്ത് കിടന്ന സാധനങ്ങൾ ആരൊക്കെയാ? x-3 ഉണ്ടായിരുന്നു, x²+4 ഉണ്ടായിരുന്നു, ഡിവൈഡഡ് ബൈ 3x²+4x+5 ഇത്രയും ഉണ്ടായിരുന്നു അല്ലേ. ഇതേ raised to 1/2 എന്ന് എഴുതിക്കോട്ടെ ഞാൻ, കാരണം റൂട്ടാണ്. റൂട്ടിനെ എനിക്ക് എന്ത് ചെയ്യാം? raised to 1/2 എന്ന് എഴുതാം അല്ലേ. സോ ഇതിൻ്റെ ഇത്രയും സാധനത്തിൻ്റെ റൂട്ടാണ്, അല്ലെങ്കിൽ ഇത്രയും സാധനം raised to 1/2 എന്നറിയാം. ഇനി നമുക്ക് ലോഗിൻ്റെ ഒരു പ്രോപ്പർട്ടി അറിയാം. ലോഗ് a⁻b എന്ന് പറഞ്ഞാൽ എന്താ? b log a. സോ ആ പവറിനെ എനിക്ക് എന്ത് ചെയ്യാം? സിംപ്ലി ലോഗിൻ്റെ വെളിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ എഴുതാൻ പറ്റും. നമുക്കറിയാലേ, നമ്മൾ ആ പ്രോപ്പർട്ടി പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിക്കോ, ലോഗ് y ഈസ് ഈക്വൽ ടു ഈ 1/2നെ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുവന്ന് എഴുതി. ഇനി എന്താ ചെയ്തേക്കുന്നത്? ലോഗിനകത്ത് താണ്ടേ ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വന്നേക്കുക, ഇതെന്ത് ചെയ്തേക്കുക? ഡിവൈഡ് ചെയ്ത് വന്നേക്കുക. നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, ലോഗ് അകത്ത് രണ്ട് സാധനം മൾട്ടിപ്ലൈ ചെയ്ത് വരിക. അങ്ങനെയാണെങ്കിൽ അതിനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എന്ത് ചെയ്യാം? പ്ലസ് ചെയ്ത് എഴുതാം. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് എഴുതാം. നമ്മൾ പഠിച്ചായിരുന്നല്ലേ. ഇനി അതേപോലെ അതിനകത്ത് ഒരു സാധനം ഡിവൈഡും കൂടെ ചെയ്ത് വന്നേക്കുവാണെങ്കിലോ എന്ത് ചെയ്യും? ഒന്നുമില്ല, ഡിവൈഡ് ചെയ്ത് ഒന്ന് താഴെ കിടക്കുന്നതിന് എന്ത് ചെയ്യും? മൈനസ് എന്ന് എഴുതും. അത്രയേ ഉള്ളൂ. നമ്മൾ പഠിച്ചതാ അല്ലയോ? ലോഗ് എ പ്ലസ് ലോഗ് ബി, ഇത് ഡിവൈഡഡ് ബൈ സി ആ. സോ മൈനസ് എന്ത് ചെയ്യും? ലോഗ് സി എന്ന് എഴുതും. ഇനി ഒരു ഡിയും കൂടെ ഉണ്ടായിരുന്നു വിചാരിക്കുക. അപ്പോൾ എന്താവും? മൈനസ് എന്ത് വരും? ഒരു ലോഗ് ഡിയും കൂടെ വരും. ഓക്കെ, ഡിനോമിനേറ്ററിൽ വരുന്നതിനെല്ലാം എന്ത് ചെയ്യുക? മൈനസ് ഇട്ട് എഴുതുക. ന്യൂമറേറ്റർ വരുന്നതെല്ലാം എന്ത് ചെയ്യാം? പ്ലസ് ഇട്ട് എഴുതാൻ പറ്റും. ഓക്കെ ആണേ അത്? ഓക്കെ, ഇത് നമ്മൾ ലോഗിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ എനിക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്നതിനേക്ക് ഇങ്ങനെ എഴുതാം, പ്ലസ് ഇട്ട് ആക്കാം. മറ്റേതിനെ എനിക്ക് എന്ത് ചെയ്യാം? മൈനസ് ഇട്ട് ആക്കാം. സോ ലോഗ് ഓഫ് x-3 ഇൻറ്റു x²+4 അല്ലേ. സോ എനിക്ക് എന്ത് എഴുതാം? ലോഗ് ഓഫ് x-3 പ്ലസ് ലോഗ് ഓഫ് x²+4 മൈനസ് ലോഗ് ഓഫ് ആണ്ടത് 3x²+4x+5 ഇത്രയും വന്നു. ഇനി എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡെറിവേറ്റീവാണ് കണ്ടുപിടിക്കേണ്ടത്. എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡെറിവേറ്റീവ്. സോ രണ്ട് സൈഡിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എന്ത് ചെയ്യാൻ പോവാ? ഡെറിവേറ്റ് ചെയ്യാൻ പോവാ. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ? 1/y. പക്ഷേ എനിക്കറിയാം വിത്ത് റെസ്പെക്ട് ടു എക്സിലായിരുന്നു, ഇവിടെ ആരാ കിടന്നത്? y. സോ എന്ത് ചെയ്യണം? ഇൻറ്റു
dy/dx ചെയ്യണം. പഠിച്ചില്ലയോ നമ്മൾ? എത്ര വട്ടം പഠിച്ചതാ, എത്ര വട്ടം ചെയ്തതാ? വിച്ച് ഈസ് ഈക്വൽ ടു 1/2 കോൺസ്റ്റൻ്റ് അതേപോലെ എഴുതി. അതാണ്ട് ഇവന്മാരെ ഡെറിവേറ്റ് ചെയ്യണം. ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ആളെ ഡെറിവേറ്റ് ചെയ്യണം. നമുക്കറിയാം ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഇവനെ ഡെറിവേറ്റ് ചെയ്യാം, പ്ലസ് ഇവനെ ഡെറിവേറ്റ് ചെയ്യാം, മൈനസ് ഇവനെ ഡെറിവേറ്റ് ചെയ്യാം അല്ലേ. ഒരു u പ്ലസ് ഓർ മൈനസ് വി ദ ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? യു ഡാഷ് പ്ലസ് ഓർ മൈനസ് വി ഡാഷ് അല്ലേ. ആദ്യം യുവിനെ ചെയ്യാം, പിന്നെ വിയെ ചെയ്യാം. കണ്ടോ, ഇതിനകത്തെല്ലാം പ്ലസ്സോ മൈനസോ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുക. സോ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ഓരോ ടേമിനെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡെറിവേറ്റ് ചെയ്യാം. ഓക്കെ ആണേ? ഓക്കെ. സോ ആദ്യം ഇവനെ ഡെറിവേറ്റ് ചെയ്യാം, പിന്നെ ഇവനെ ഡെറിവേറ്റ് ചെയ്യാം, പിന്നെ ഇവനെ ഡെറിവേറ്റ് ചെയ്യാം. ചെയ്യാമേ? ചെയ്യാം. സോ നോക്കിയോ, ആദ്യമേ ലോഗ് ഓഫ് എക്സ് മൈനസ് 3 ഡെറിവേറ്റ് ചെയ്യുമ്പം ലോഗ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/, ഇല്ലയോ? ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. സോ ലോഗ് എക്സ് മൈനസ് 3 ഡെറിവേറ്റീവ് 1/x മൈനസ് 3. പക്ഷെ തീർന്നില്ല, ഇൻറ്റു എന്ത് ചെയ്യണം? ഇവിടെ വെറുതെ എക്സ് എന്നല്ല കിടന്നത്, പകരം എന്താ കിടന്നത്? എക്സ് മൈനസ് 3 സോ എന്ത് ചെയ്യണം? എക്സ് മൈനസ് 3 ഡെറിവേറ്റീവും കൂടി എടുക്കണം അല്ലേ. നമ്മുടെ ചെയിൻ റൂൾ അല്ലേ, നമുക്ക് അറിയാം. കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് ഒന്നും നമുക്കറിയാം. സോ എക്സ് മൈനസ് 3യുടെ ഡെറിവേറ്റീവ് എന്താ? എക്സ് മൈനസ് 3യുടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താവും? 1 ആവും. 3യുടെ ഡെറിവേറ്റീവ് എന്താവും? 0 ആവും. സോ എന്ത് വരും? 1 എന്ന് വരും. പ്ലസ് ഇവിടെ 1/x² പ്ലസ് 4 ഇൻറ്റു x² പ്ലസ് 4ൻ്റെ ഡെറിവേറ്റീവ്. x² പ്ലസ് 4ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x പ്ലസ് 0 അല്ലയോ. x² പ്ലസ് 4ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x പ്ലസ് 0. സോ ഇൻറ്റു എന്ത് വരും? 2x മൈനസ് 1/3x² പ്ലസ് 4x പ്ലസ് 5 ഇൻറ്റു എന്ത് ചെയ്യണം? ഇവൻ്റെ ഡെറിവേറ്റീവ്. ഇവൻ്റെ ഡെറിവേറ്റീവ് എന്തോ? കാരണം എന്താ? വെറുതെ ലോഗ് എക്സ് എന്നല്ല കിടന്നത്, അതിനകത്തൊരു പോളിനോമിയൽ ഫംഗ്ഷൻ കിടന്നത്. സോ എന്ത് ചെയ്യണം? അവനെയും ഡെറിവേറ്റ് ചെയ്യണം. അവൻ്റെ ഡെറിവേറ്റീവ് എന്തുവാ? 6x പ്ലസ് 4. ഓക്കെ ആണോ? ഓക്കെ. സോ dy/dx ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ? സിമ്പിൾ ആൻസറായി. ഓക്കെ, ഞാനിതൊന്ന് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, ഇതായിരുന്നു എൻ്റെ കിടന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് dy/dx ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ ഞാൻ എന്ത് ചെയ്തും? ഇവിടെ dy/dx ഈസ് ഈക്വൽ ടു y അങ്ങ് അപ്പുറത്തോട്ട് കൊണ്ടുപോകും. സോ y/2 ഇൻറ്റു നോക്കിയാൽ എന്താ? ഫസ്റ്റ് ടൈം 1/x മൈനസ് 3 പ്ലസ് 2x/x² പ്ലസ് 4 മൈനസ് 6x പ്ലസ് 4 ഡിവൈഡഡ് ബൈ 3x² പ്ലസ് 4x പ്ലസ് 5. ഓക്കെ. സോ dy/dx ആയി. dy/dx ഈസ് ഈക്വൽ ടു വൈക്ക് പകരം നമുക്ക് തിരിച്ചെന്ത് കൊടുക്കാം? y എന്ന് പറഞ്ഞാൽ എന്തായിരുന്നേ? താണ്ട് ഈ കിടന്ന ഫംഗ്ഷൻ ആയിരുന്നു അല്ലയോ. സോ ആ ഫംഗ്ഷൻ കൊടുക്കാം √(x മൈനസ് 3) ഇൻറ്റു x² പ്ലസ് 4 ഇൻറ്റു ഇതാണ്ട് ആ ഫംഗ്ഷനെയും കൂടെ ഞാൻ എന്ത് ചെയ്യാം? കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ. സോ ഇതായിരുന്നു y എന്ന് പറയുന്നത് അല്ലേ. y എന്ന് പറയുന്നത് ഇതായിരുന്നു. ഡിവൈഡഡ് ബൈ 2. y ഡിവൈഡഡ് ബൈ 2. ഓക്കെ. ഇൻറ്റു എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണമെന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലി ആൻസറായിട്ട് സിമ്പിളായിട്ട് എഴുതുകയും ചെയ്യാം. ഓക്കെ. സോ എന്ത് ചെയ്യാം? ഇതേപോലെ തന്നെ എഴുതാം. 1/x മൈനസ് 3 പ്ലസ് 2x/x² പ്ലസ് 4 മൈനസ് 6x പ്ലസ് 4 ഡിവൈഡഡ് ബൈ 3x² പ്ലസ് 4x പ്ലസ് 5. ഓക്കെ ആണേ. ഓക്കെ. സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റി? ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ. dy/dx. ഇത് ചെയിൻ റൂളും ഇതല്ലാതെ നമ്മുടെ ആ ലെബ്നിറ്റ്സ് റൂളും കോഷ്യൻ റൂളൊക്കെ യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. ഭയങ്കര ഹെക്റ്റിക് ആയിരിക്കും അല്ലേ. സോ ലോഗ് ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഡെറിവേറ്റ് ചെയ്യാൻ പറ്റി. എല്ലാ ഫംഗ്ഷൻസിൻ്റെ ഇവിടെ കണ്ട ഫംഗ്ഷൻസിൻ്റെ എല്ലാം ഡെറിവേറ്റീവ് ഈസി ആയിട്ട് നമുക്ക് അറിയാവുന്നത്. എന്താ നോക്കിയേ? ലോഗ് എക്സ് മൈനസ് 3 ഈസി ആയിട്ട് ഡെറിവേറ്റീവ് എടുക്കാം. ലോഗ് x² പ്ലസ് 4 ഈസി ആയിട്ട് ഡെറിവേറ്റീവ് എടുക്കാം. ലോഗ് ഈസി ആയിട്ട് ഡെറിവേറ്റീവ് എടുക്കാം. ഈസി ആയിട്ട് ചെയ്യാവുന്നില്ലേ? ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ ആണേ. ഓക്കെ. സോ നോക്കാം. നമുക്ക് അങ്ങനെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻഷിയേറ്റ് a⁻x വിത്ത് റെസ്പെക്ട് ടു എക്സ് വേർ a ഈസ് എ പോസിറ്റീവ് കോൺസ്റ്റൻറ്റ്. ഓക്കെ. അപ്പോൾ a⁻x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. സോ നമുക്ക് തന്നേക്കുന്നത് എന്താ? y ഈസ് ഈക്വൽ ടു നമുക്ക് തന്നേക്കുന്നത്
y ഈസ് ഈക്വൽ ടു എ റൈസ് ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, എ റൈസ് ടു എക്സ്, ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം എന്ത് തന്നെയാണ്, ഇ റൈസ് ടു എക്സ് തന്നെയായിരുന്നു. പക്ഷേ എ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഇവിടെ എ എന്ന് പറയുന്നത് ഏതോ ഒരു ബേസ് എ റൈസ് ടു എക്സ് എന്ന് പറയുന്ന ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്. ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെയാണ്, മാറ്റമൊന്നുമില്ലെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എ റൈസ് ടു എക്സിൻ്റെ എന്താ? ഓക്കെ, സോ ഈ ഒരു സാധനം, ഈ ഒരു ക്വസ്റ്റിൻ്റെ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ ഒരു ഇക്വേഷനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാ? നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു റിസൾട്ടാണ്. ഓക്കെ, സോ നോക്കാം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? നമുക്കറിയാം ഇത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? സോ രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? ലോഗ് എടുക്കാൻ പോവുക. സോ ലോഗ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എ റൈസ് ടു എക്സ്. കുഴപ്പമൊന്നുമില്ലല്ലേ? കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും എന്ത് ചെയ്യാം? വിത്ത് റെസ്പെക്ട് എക്സിൽ ഡെറിവേറ്റ് ചെയ്യാം. ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ? 1/y ഇൻറ്റു എന്തുകൊണ്ട്? dy/dx. ഇനി ലോഗ് എ റൈസ് ടു എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം? ലോഗ് എ റൈസ് ടു എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം? എനിക്കറിയാം പവർ കിടക്കുന്നതിന് എനിക്ക് എന്ത് ചെയ്യാം? ഇനി താഴെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം അല്ലയോ? സോ എക്സ് ഇൻറ്റു ലോഗ് എ അല്ലായിരുന്നു അത്? എക്സ് ഇൻറ്റു എന്താ? ലോഗ് എ ആയിരുന്നു. എക്സ് ഇൻറ്റു ലോഗ് എ. ഇനി നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ലോഗ് ഓഫ് എ റൈസ് ടു എക്സ് അല്ലെങ്കിൽ എക്സ് ഇൻറ്റു ലോഗ് എയുടെ ഡെറിവേറ്റീവ് എന്താ? എക്സ് ഇൻറ്റു ലോഗ് എയുടെ ഡെറിവേറ്റീവ് ലോഗ് എ എന്ന് വരും അല്ലയോ? കാരണം ലോഗ് എ കോൺസ്റ്റൻ്റാ, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താവും? 1 ആവും. സോ ലോഗ് എ കോൺസ്റ്റൻറ്റ് അതുപോലെ എഴുതി, ലോഗ് എ കോൺസ്റ്റൻറ്റ് അതുപോലെ എഴുതി, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1. ഓക്കെ, സോ dy/dx ഈസ് ഈക്വൽ ടു എന്താ? y ഇൻറ്റു ലോഗ് എ. കൺഫ്യൂഷൻ ഉണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്നുമില്ല. ലോഗ് എ റൈസ് ടു എക്സ് ആയിരുന്നേ റൈറ്റ് സൈഡിൽ കിടന്നത്, ലോഗ് എ റൈസ് ടു എക്സ്. സോ ആ ലോഗ് എ റൈസ് ടു എക്സിന് ഞാൻ എന്ത് ചെയ്തു? ലോഗ് എ റൈസ് ടു എക്സിന് ഞാൻ എന്ത് ചെയ്തു? ദാണ്ടേ എക്സ് ഇൻറ്റു ലോഗ് എ എന്ന് എഴുതി. ലോഗ് എ റൈസ് ടു എക്സിന് ഞാൻ എന്ത് ചെയ്തു? എക്സ് ഇൻറ്റു ലോഗ് എ എന്ന് എഴുതി. ലോഗിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം ഇല്ലയോ? എന്താ? ലോഗ് എ റൈസ് ടു ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി ഇൻറ്റു ലോഗ് എ. ഓക്കെ, സോ പവറിന് എനിക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. സോ എക്സ് ഇൻറ്റു ലോഗ് എ എന്ന് എഴുതി. എനിക്ക് ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് ഇൻറ്റു ലോഗ് എയുടെ ഡെറിവേറ്റീവാണ് അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇൻറ്റു ലോഗ് എ കണ്ടുപിടിച്ചാൽ മതി. സോ എക്സ് ഇൻറ്റു ലോഗ് എയുടെ ഡെറിവേറ്റീവ് എന്താ? ലോഗ് എ എന്ന് പറയുന്നത് എന്താ? ഒരു കോൺസ്റ്റൻറ്റാണ്. സോ അതിനെ അതേപോലെ ഇങ്ങനെ എഴുതി. ഇനി എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1. വിത്ത് റെസ്പെക്ട് എക്സിലല്ലേ ചെയ്യുന്നത്? സോ അതെന്താ? 1. സോ എനിക്ക് എന്ത് കിട്ടി ഫലത്തിൽ? റൈറ്റ് സൈഡിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? ലോഗ് എ ഇൻറ്റു 1 എന്ന് കിട്ടി. ഇനി dy/dx ആണ് നമുക്ക് വേണ്ടത്. സോ y എന്ത് ചെയ്തു? അപ്പുറത്തോട്ട് ക്രോസ് ചെയ്തു. സോ dy/dx ഈസ് ഈക്വൽ ടു, ഇപ്പം ആൻസറായി, dy/dx ഈസ് ഈക്വൽ ടു y ഇൻറ്റു ലോഗ് എ. y എന്താ? y ആൾറെഡി അറിയാം എന്താ? എ റൈസ് ടു എക്സ്. സോ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് കിട്ടും ആൻസർ? എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. ഓക്കെ, സോ y ഈസ് ഈക്വൽ ടു എ റൈസ് ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ dy/dx എന്താ? പഠിച്ചു വെച്ചേക്കുക. എ റൈസ് ടു എക്സ് അതേപോലെ എഴുതുക, ഇൻറ്റു എന്തുകൊണ്ട്? ലോഗ് എ ഉണ്ട്. ഇനി y ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? y ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ആകുമ്പോൾ y ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? dy/dx ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് ഇ എന്ന് കിട്ടും ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ലോഗ് ഇ എന്താ? 1. കണ്ടോ? ഈ ലോഗ് എന്ന് പറഞ്ഞാൽ എന്തൊരു ലോഗാ? നാച്ചുറൽ ലോഗ് എഴുതുക. നാച്ചുറൽ ലോഗ് കണ്ടോ? ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എന്ന് പറഞ്ഞാൽ ഇതെന്താ? ഈ ലോഗ് എന്താ? നാച്ചുറൽ ലോഗാണ്. ഓക്കെ, നാച്ചുറൽ ലോഗിനെ നിങ്ങൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്? ln റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ln റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ ആണേ? ഓക്കെ, സോ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എന്ന് വരും. പക്ഷേ ലോഗ് എന്തായി പോവും? 1 ആയി പോവും. കാരണം ബേസ് എന്താ? ഇ തന്നെയാണ്. ഈ ലോഗിൻ്റെ ബേസ് എന്താ? ഇ തന്നെയാണ്. സോ ലോഗ് ഇ എന്തായി പോവും? 1 ആയി പോവും. പക്ഷേ ഇവിടെ ഒന്നും 1 ആവത്തില്ല. കാരണം ബേസ് ഇ ഇവിടെ കിടക്കുന്ന ആളാരാ? എ. ഓക്കെ ആണേ? ഓക്കെ, സോ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് ഇ. ലോഗ് ഇ 1 ആണ്. സോ ഡെറിവേറ്റീവ് എന്ത് തന്നെ വരത്തുള്ളൂ? ഇ റൈസ് ടു എക്സ് തന്നെ വരത്തുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, സോ എ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും? എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ ആയിരിക്കും. അപ്പോൾ ആ ലോഗ് എന്തൊരു ലോഗായിരിക്കും? നാച്ചുറൽ ലോഗായിരിക്കും. അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ഓക്കെ, അങ്ങനെയാണെന്ന് ഇതാ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഡിഫറൻഷിയേറ്റ് എക്സ് റൈസ് ടു സൈൻ എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ 0 വിത്ത് റെസ്പെക്ട് ടു എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റ് ചെയ്യണം. നമുക്ക് തന്നേക്കുന്നത് y ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു സൈൻ എക്സ്. കണ്ടോ? ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയിട്ടൊക്കെ തന്നേക്കുന്നത്. അപ്പോൾ ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയിട്ടൊക്കെ തന്നാൽ നമുക്ക് ഡെറിവേറ്റ് ചെയ്യാൻ പാടാണെങ്കിൽ നമ്മൾ എന്തോ ഉപയോഗിക്കും? ലോഗ് യൂസ് ചെയ്യും. നമുക്ക് രണ്ട് സൈഡിൽ ലോഗ് എടുക്കാം. സോ ലോഗ് y ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് റൈസ് ടു സൈൻ എക്സ് എന്ന് എടുക്കാം.
എടുക്കാമേ? എടുക്കാം. അങ്ങനെയാണെങ്കിൽ പറ ലോഗ് വൈ ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു പവറായിട്ട് എഴുതിയ സാധനം നമുക്ക് എവിടെ എഴുതാം? നമുക്ക് സൈഡിൽ കൊണ്ട് എഴുതാം അല്ലേ? സോ സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ്. അങ്ങനെ ഡെറിവേറ്റീവ് 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് എഴുതണം. ആണേ? ആണ്. അങ്ങനെയാണെങ്കിൽ പറ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു, ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഡെറിവേറ്റ് ചെയ്യണം അല്ലയോ? ഈ കിടക്കുന്ന ആളെ ഡെറിവേറ്റ് ചെയ്യണം. സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് അതെന്തൊരു ഫംഗ്ഷനായിട്ട് കിടക്കുക? യു ഇൻറ്റു വി ദ ഹോൾ ഡാഷ് എന്ന് കിടക്കുക അല്ലയോ? സോ യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് സൈൻ എക്സിനെ ഡെറിവേറ്റ് ചെയ്യാം. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് യു ഡാഷ് ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു സൈൻ എക്സിനെ അതേപോലെ എഴുതി ഇൻറ്റു വി ഡാഷ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തുവാ? 1/x. ഓക്കെ ആണേ? ഓക്കെ. സോ അതിൻ്റെ ഡെറിവേറ്റീവ് ആയി. ഇനി എന്താ? ഡി വൈ ബൈ ഡി എക്സ് ആൻസറായി. ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു വൈ എന്താ? എക്സ് റൈസ് ടു സൈൻ എക്സ് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ എക്സ് റൈസ് ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ലോഗ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. ഓക്കെ ആണേ? ഓക്കെ. സോ ലോഗരിതമിക് ഫംഗ്ഷൻ യൂസ് ചെയ്തപ്പോൾ കണ്ടോ ഇങ്ങനത്തുള്ള ഫംഗ്ഷൻസൊക്കെ ഡെറിവേറ്റ് ചെയ്യാൻ എന്തായി? ഭയങ്കര എളുപ്പമായി. അല്ലാത്ത സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ നമുക്കല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ളൊരു വർക്കാവും. ഓക്കെ, നോക്കാം നമുക്ക്. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ മക്കളെ. നോക്കിയേ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ നിൽക്കുന്നത്? ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് വൈ റൈസ് ടു എക്സ് പ്ലസ് എക്സ് റൈസ് ടു വൈ പ്ലസ് എക്സ് റൈസ് ടു എക്സ് ഈസ് ഈക്വൽ ടു എ റൈസ് ടു ബി. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നേക്കും. ഓക്കെ, ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാനാണ്. മക്കളെ നമുക്കറിയാം ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ഇനി അതുപോലെ നമ്മൾ കണ്ടുപിടിച്ചു എ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. അതും നമ്മൾ എന്ത് ചെയ്തായിരുന്നു? കണ്ടുപിടിച്ചായിരുന്നു അല്ലയോ? എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. പക്ഷേ ഇവിടെ വന്നേക്കുന്നത് എന്താ? വൈ റൈസ് ടു എക്സാ. എന്താ വന്നേക്കുന്നത്? വൈ റൈസ് ടു എക്സാ. സോ വൈ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? നമുക്കറിയാമോ? അത് നമുക്കറിയത്തില്ല അല്ലേ? നമുക്കത് ചെയ്യാൻ അറിയത്തില്ല. വൈ റൈസ് ടു എക്സ്. എ റൈസ് ടു എക്സ് ആയിരുന്നെങ്കിൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ ചെയ്ത് കണ്ടുപിടിച്ചായിരുന്നു. എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റാണ്. സോ സം ബേസ് ഒരു നമ്പർ റൈസ് ടു എക്സാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു നമ്പറല്ല വന്നേക്കുന്നത്, ഇവിടെ ഒരു വേരിയബിളാണ് വന്നേക്കുന്നത് അല്ലേ? അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റ് ചെയ്യണം. പക്ഷേ നമുക്ക് വന്നേക്കുന്നത് എന്താ? വൈ റൈസ് ടു എക്സ് എന്നാണ് വന്നേക്കുന്നത്. സോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ എ റൈസ് ടു എക്സിനെ എങ്ങനെയാണോ ഡെറിവേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണോ കണ്ടുപിടിച്ചത്, അതേ ഐഡിയ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? വൈ റൈസ് ടു എക്സും കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒന്നുമില്ല, വൈ റൈസ് ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് നമ്മളൊരു പുതിയ പേര് കൊടുക്കും. വൈ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ യു ആണെന്ന് ഞാനൊരു പേര് കൊടുക്കും. എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇനി രണ്ട് സൈഡിലും ഡെറിവേറ്റ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യും? രണ്ട് സൈഡിലും ലോഗ് എടുക്കും. സോ ലോഗ് വൈ റൈസ് ടു എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് യു. നമ്മൾ ആ എ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചില്ലയോ? ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മുന്നോട്ട് പോയി ഒന്ന് കണ്ടുപോക്കി ആ വീഡിയോ. എ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണോ കണ്ടുപിടിച്ചത് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? വൈ റൈസ് ടു എക്സിനെയും എക്സ് റൈസ് ടു വൈയെയും എക്സ് റൈസ് ടു എക്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? കണ്ടുപിടിക്കാൻ പോവുക. ഓക്കെ ഓക്കെ. സോ നമുക്ക് നോക്കാം. നമുക്ക് തന്നേക്കുന്ന ഫംഗ്ഷൻ അതേപോലെ എഴുതാം. വൈ റൈസ് ടു എക്സ് പ്ലസ് എക്സ് റൈസ് ടു വൈ പ്ലസ് എക്സ് റൈസ് ടു എക്സ് ഈസ് ഈക്വൽ ടു എ റൈസ് ടു ബി. ഞാൻ എന്ത് ചെയ്യാൻ പോവുക? ഞാൻ ഓരോന്നിനും ഓരോ പേര് കൊടുക്കാൻ പോവുക. ഓരോന്നിനും ഓരോ പേര് കൊടുക്കാൻ പോവുക. വൈ റൈസ് ടു എക്സിനെ ഞാൻ എന്ത് വിളിച്ചു? യു എന്ന് വിളിച്ചു. എക്സ് റൈസ് ടു വൈയെ ഞാൻ എന്ത് വിളിച്ചു? വി എന്ന് വിളിച്ചു. എക്സ് റൈസ് ടു എക്സിനെ ഞാൻ എന്ത് വിളിച്ചു? ഡബ്ല്യു എന്ന് വിളിച്ചു. പ്രശ്നമൊന്നുമില്ലല്ലേ? പ്രശ്നമൊന്നുമില്ല. സോ യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു എ റൈസ് ടു ബി. ഇനി എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വിത്ത് റെസ്പെക്ട് ടു എക്സിലുള്ള ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് എനിക്ക് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യും? ഞാൻ രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഞാൻ എന്ത് ചെയ്യും? ആദ്യമേ ഡെറിവേറ്റ് ചെയ്യും. സോ ഇവിടെയും വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡി ബൈ ഡി എക്സ് ഓഫ് യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടൂടെ? റൈറ്റ് ഹാൻഡിൽ കിടക്കുന്നത് എ റൈസ് ടു ബി ആ. എ കോൺസ്റ്റൻ്റ് ആണോ? കോൺസ്റ്റൻ്റാ. ബി കോൺസ്റ്റൻ്റ് ആണോ? കോൺസ്റ്റൻ്റാ. സോ റൈറ്റ് ഹാൻഡിൽ കിടക്കുന്നത് മൊത്തത്തിൽ ആ ടേം എന്താ? ഒരു കോൺസ്റ്റൻ്റാ. സോ ഒരു കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതെന്തായി പോവും? 0 ആയി പോവും. ഓക്കെ, ഇനി ഈ സൈഡിലെ ഡെറിവേറ്റീവ് ഓരോന്നിനും എനിക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് കൊടുക്കാം. സോ എന്ത് കിട്ടും? ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് പ്ലസ് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്താ? 0 അവിടം വരെ കിട്ടി. പക്ഷേ നമുക്ക് ഡി യു ബൈ ഡി എക്സ് അറിയാമോ? ഇല്ല. ഡി വി ബൈ ഡി എക്സ് അറിയാമോ? ഇല്ല. ഡി ഡബ്ല്യു ബൈ ഡി എക്സ് അറിയാമോ? ഇല്ല. അപ്പോൾ ഇതൊന്നും നമുക്ക് അറിയത്തില്ല. നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. നമുക്കറിയാവുന്ന എന്താ? യുവിനെയാണ് ഞാൻ പേര് കൊടുത്തത്. യു എന്ന് പറഞ്ഞാൽ എന്താ? വൈ റൈസ് ടു എക്സ്.
അപ്പോൾ എനിക്കിനി എന്ത് കണ്ടുപിടിക്കണം? du/dx കണ്ടുപിടിക്കണം. സോ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ രണ്ട് സൈഡും ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഡെറിവേറ്റ് ചെയ്യാൻ പോവാം. സോ എന്ത് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു എക്സിൽ രണ്ട് സൈഡിലും ഡെറിവേറ്റ് ചെയ്ത് നോക്ക്. du/dx ഈസ് ഈക്വൽ ടു y/x. നമുക്ക് അറിയാമോ? അറിയത്തില്ല. ഡെറിവേറ്റ് ചെയ്യാൻ നമുക്ക് അങ്ങനെ അറിയത്തില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? നമ്മൾ ലോഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. a/x ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമ്മൾ ലോഗ് യൂസ് ചെയ്തില്ലയോ? അതുപോലെ y/x കണ്ടുപിടിക്കാനും നമ്മൾ അതുപോലെ ആരെ യൂസ് ചെയ്യും? ലോഗിനെ യൂസ് ചെയ്യും. എങ്ങനെ? രണ്ട് സൈഡിലും ആദ്യം എന്ത് ചെയ്യും? ലോഗ് എടുക്കും. സോ ലോഗ് u ഈസ് ഈക്വൽ ടു എന്താ? ലോഗ് y/x. അല്ലെങ്കിൽ ലോഗ് u ഈസ് ഈക്വൽ ടു എന്താ? പവറായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം അല്ലയോ. സോ എക്സ് ഇൻറ്റു ലോഗ് വൈ. ഡെറിവേറ്റ് ചെയ്യുക. രണ്ട് സൈഡിലും എന്ത് ചെയ്യുക? ഡെറിവേറ്റ് ചെയ്യുക. എന്ത് കിട്ടും? ലോഗ് യുവിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/u ആ. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ചെയ്യുന്നത്. നമുക്കിവിടെ വന്നേക്കുന്ന ആളാരാ? യു ആ. സോ എന്ത് ചെയ്യണം? ഇൻറ്റു du/dx കൂടെ ഉണ്ട്. ഓക്കെ. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡെറിവേറ്റ് ചെയ്യുമ്പോഴോ അവിടെ എന്താ കിടക്കുന്നത്? അതാണ്ടേ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇൻറ്റു ലോഗ് വൈ എന്നാണ് കിടക്കുന്നത്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇൻറ്റു ലോഗ് വൈ എന്നാണ് കിടക്കുന്നത്. സോ ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു വി എന്നാണ് കിടക്കുന്നത് അല്ലയോ. യു ഇൻറ്റു വി എന്നാണ് കിടക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? യു ഇൻറ്റു വി ദ ഹോൾ ഡാഷ് ആണെങ്കിൽ നമുക്കറിയാം യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ് ആണെന്ന് നമുക്കറിയില്ലയോ. സോ ഇവിടെ യു ആരാ? എക്സ്. വി ആരാ? ലോഗ് വൈ. സോ എന്ത് ചെയ്യാം? നമ്മുടെ ഏതാ ലെബ്നിറ്റ്സ് റൂൾ യൂസ് ചെയ്യാം. സോ യു ഡാഷ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1. യു ഡാഷ് ഇൻറ്റു വി അതേപോലെ എഴുതി പ്ലസ് യു ഇൻറ്റു എക്സ് ഇൻറ്റു ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ? 1/y ഇൻറ്റു എന്തുകൊണ്ട്? dy/dx ഉണ്ട് അല്ലേ. സോ ലോഗ് വൈയുടെ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? രണ്ട് സൈഡിലും ഡെറിവേറ്റ് ചെയ്യുന്നത്. സോ ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ? 1/y. പക്ഷേ y ആയിരുന്നു കിടന്നത്. സോ എന്ത് ചെയ്യണം? ഇൻറ്റു dy/dx ഉണ്ട്. അറിയാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇത്രയും എക്സസൈസ് എല്ലാം ചെയ്ത് പക്കായിട്ട് വെച്ചേക്കുന്ന കാര്യങ്ങളതല്ല. സോ അതിലൊന്നും എന്ത് ചെയ്യേണ്ട? കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ഓക്കെ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നേരത്തെ പോയി ആ വീഡിയോസ് ഒന്നുകൂടെ കണ്ടു നോക്കുക, ക്ലിയർ ആക്കുക, ഡൗട്ടെല്ലാം ക്ലിയർ ആക്കുക. ഓക്കെ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് മെസ്സേജ് ചെയ്യുക. ആ ഡൗട്ട്സ് എല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ട് അന്നേരം ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. ഓക്കെ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? du/dx. du/dx ഈസ് ഈക്വൽ ടു യു ഇൻറ്റു അത് കിടക്കുന്നത് എന്താ? ലോഗ് വൈ പ്ലസ് x/y dy/dx. കണ്ടോ? നമുക്ക് കണ്ടുപിടിക്കേണ്ട dy/dx ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ. സോ നമുക്ക് പക്ഷേ du/dx മാത്രം പോരാ. ഇതുപോലെ ആര് വേണം? dv/dx വേണം, dw/dx വേണം. സോ അതിലെല്ലാം എന്ത് കാണും? ഒരു dy/dxൻ്റെ ടേം കാണും. അതെല്ലാം കൂടെ dy/dxൻ്റെ സാധനം എല്ലാം കൂടെ ഒരുമിച്ചാക്കുക. ബാക്കിയുള്ളതിനെല്ലാം അപ്പുറം കൊണ്ടുപോവുക. ഇതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ആൻസർ ആയി. du/dx നമുക്ക് കിട്ടി. du/dx ഈസ് ഈക്വൽ ടു യു ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ എന്താ? y/x. സോ y/x ഇൻറ്റു ലോഗ് വൈ പ്ലസ് x/y dy/dx ആയി. സോ ഇവനെ ഞാനിങ്ങനെ എടുക്കാൻ പോവുക. കാരണം എനിക്ക് അപ്പുറത്തോട്ട് വെക്കേണ്ട ഇവനെ. du/dx നമ്മുടെ കിട്ടിയില്ലയോ? കിട്ടി. ഓക്കെ. അപ്പോൾ du/dx കിട്ടി. ഇനി ഇതാ നോക്കിക്കേ. ഇനി നമുക്ക് ആരെയാണ് വേണ്ടുന്നത്? dv/dx വേണം അല്ലയോ. dv/dx നമുക്കറിയാം. വി എന്ന് പറഞ്ഞാൽ എന്താ? വി ഈസ് ഈക്വൽ ടു എന്താ? നമ്മൾ വി എന്ന് പറഞ്ഞ പേര് കൊടുത്ത ആർക്കാ? x/y അല്ലയോ. സോ വി ഈസ് ഈക്വൽ ടു എന്താ? x/y. ഇവനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇനി ആരെ കണ്ടുപിടിക്കേണ്ടത്? dv/dx. സോ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യും? ലോഗ് എടുക്കും അല്ലേ. സോ ലോഗ് വി ഈസ് ഈക്വൽ ടു ലോഗ് x/y അല്ലെങ്കിൽ y ഇൻറ്റു ലോഗ് എക്സ്. സോ 1/v ഇൻറ്റു dv/dx ഈസ് ഈക്വൽ ടു യു ഡാഷ് വി. കണ്ടോ? രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കും. വൈയും ലോഗ് എക്സും രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കും. സോ എന്ത് ചെയ്യും? യു ഡാഷ് അതായത് dy/dx യു ഡാഷ് ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു വി ഡാഷ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. ഓക്കെ. സോ dv/dx ഈസ് ഈക്വൽ ടു വി ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ എന്താ? വി എന്ന് പറഞ്ഞാൽ x/y. സോ x/y വി ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു dy/dx പ്ലസ് എന്തുകൊണ്ട്? y/x. ഓക്കെ.
ഓക്കെ, അപ്പോൾ ആരായി വി ആയി. ഇനി ആര് വേണം? ഡബ്ല്യു വേണം. സോ ഡി വി ബൈ ഡി എക്സ് ആയി. ഇനി നമുക്ക് ആരെ വേണ്ടുന്നത്? ഡി ഡബ്ല്യു ബൈ ഡി എക്സ്. അതിന് നമുക്ക് ഡബ്ല്യുവിനെ എഴുതാം. ഡബ്ല്യു ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? എക്സ് റൈസ് ടു എക്സ്. എക്സ് റൈസ് ടു എക്സ്. സോ നമുക്ക് എഴുതാം ലോഗ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ്. എഴുതാമോ? എഴുതാം. കാരണം എന്താ? ലോഗ് ഓഫ് എക്സ് റൈസ് ടു എക്സ്. ആ പവറിനെ ഞാൻ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഇനി നമുക്ക് ഡെറിവേറ്റ് ചെയ്യാം. 1/w ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു യു ഡാഷ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ്. യുവിനെ അതേപോലെ എഴുതി വി ഡാഷ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ലോഗ് എക്സ് പ്ലസ് 1 എന്ന് കിട്ടും. ലോഗ് എക്സ് പ്ലസ് 1 എന്ന് കിട്ടും. സോ ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്താ? ഡബ്ല്യു ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് റൈസ് ടു എക്സ്. സോ എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1. ഓക്കെ ആണേ? ഓക്കെ, ഡബ്ല്യുവിനെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ഡി യു ബൈ ഡി എക്സ് ആയി, ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ആയി, ഡി വി ബൈ ഡി എക്സ് ആയി. ഇനി നമുക്കറിയാം നമ്മുടെ ഈ കിടന്നത് എന്താ? ഡി യു ബൈ, ഞാൻ വേറൊരു കളർ എഴുതാം, വേറെ ഒരു കളറിൽ എഴുതാം. ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് പ്ലസ് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0. നമുക്കറിയാമായിരുന്നല്ലേ? സോ ഡി യു ബൈ ഡി എക്സ് എന്താ? ദാണ്ട ഇതേ പ്ലസ് ഇതേ ഈസ് ഈക്വൽ ടു എന്താ? 0. നോക്കാം അതെങ്ങനെ വരുമെന്ന് നോക്കാം. ഇതാ നോക്കിയേ, ഇതിന് ഞാൻ അകത്തോട്ടേക്ക് ഞങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തോട്ടെ. എനിക്ക് ഡി വൈ ബൈ ഡി എക്സിൻ്റെ അവസാനങ്ങളെല്ലാം എനിക്ക് എന്ത് ചെയ്യണം? ഒരുമിച്ചാക്കാനുള്ളതാണ് അല്ലേ? സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പോവാം. ഇതാ നോക്കിയേ, ഇതിനകത്തോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്യുമ്പം വൈ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് വൈ പ്ലസ് എക്സ് ബൈ വൈ ഇൻറ്റു വൈ റേസ് ടു എക്സ്. കണ്ടോ? വൈ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് അടുത്ത ടൈം എന്താ? ഡി വി ബൈ ഡി എക്സ്. ഡി വി ബൈ ഡി എക്സ് എന്താ? അതോട്ടേറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് റേസ് ടു വൈ ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എന്തുകൊണ്ട്? എക്സ് റേസ് ടു വൈ ഇൻറ്റു വൈ ബൈ എക്സ്. എക്സ് റേസ് ടു വൈ ഇൻറ്റു വൈ ബൈ എക്സ് പ്ലസ് അടുത്ത ആരാ? ഡി ഡബ്ല്യു ബൈ ഡി എക്സ്. ഡി ഡബ്ല്യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എത്ര? എക്സ് റേസ് ടു എക്സ് ലോഗ് എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്താ? 0. ഓക്കെ, സോ ഇവന്മാരെ ഞാൻ ഇങ്ങോട്ട് എടുക്കാൻ പോവാം. ഞാൻ എന്നിട്ട് അടുത്ത പേജിലോട്ട് കൊടുക്കാൻ പോവാം ഇവന്മാരെ. ഓക്കെ ഓക്കെ, സോ നമ്മുടെ ആളെ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡി വൈ ബൈ ഡി എക്സ്. സോ ഡി വൈ ബൈ ഡി എക്സ് എല്ലാം ഒരു സൈഡ് ഇടുക. ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്ത ആൾക്കാരെല്ലാം എന്ത് ചെയ്യുക? അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. സിമ്പിൾ കാര്യം നമ്മൾ എന്ത് ചെയ്തു? താ നോക്കിയേ, ഡി വൈ ബൈ ഡി എക്സ് ഉള്ളവന്മാരെല്ലാം ഇവിടെ ഇടാൻ പോവുക. എക്സ് ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു വൈ റേസ് ടു എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഇനി ആരുണ്ട് ഡി വൈ ബൈ ഡി എക്സ് ഉള്ള? ഏതാണ്ട് ഇവനായി. ഇനി ആരുണ്ട്? താണ്ട് ഇവനുണ്ട് ഡി വൈ ബൈ ഡി എക്സ് ഉള്ള, അല്ലയോ? സോ പ്ലസ് എക്സ് റേസ് ടു വൈ ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഇനി ഡി വൈ ബൈ ഡി എക്സ് എവിടെയെങ്കിലുണ്ടോ? ഇല്ല. വിച്ച് ഈസ് ഈക്വൽ ടു ബാക്കിയുള്ളവന്മാരെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? അപ്പുറത്തോട്ട് എഴുതാം. ബാക്കിയുള്ളതാരാ? അത് നോക്കിയേ, വൈ റേസ് ടു എക്സ് ലോഗ് വൈ. അപ്പുറം പോയി, അത് മൈനസ് ആയി അല്ലേ? സോ ഈക്വൽ ടു അപ്പുറം പോയേണ്ടത് മൈനസ് ആയി, യവനായി. ഇനി ആരുണ്ട്? താണ്ട് യവനുണ്ട്. അവൻ എന്തുവാ? മൈനസ് എക്സ് റേസ് ടു വൈ ഇൻറ്റു വൈ ബൈ എക്സ്. ഇനി ആരുണ്ട്? ഇവനും ഉണ്ട്, അവനും മൈനസ് ആയി. സോ മൈനസ് എക്സ് റേസ് ടു എക്സ് ലോഗ് എക്സ് മൈനസ് 1. ഇനി നമുക്ക് എന്ത് വേണം? ഡി വൈ ബൈ ഡി എക്സിന് കോമൺ ആയിട്ട് എടുക്കണം. ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആയിട്ട് എടുക്കാം. ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇങ്ങ് പോരുന്നു. ഇവിടെ ആരുണ്ട്? എക്സ് ബൈ വൈ ഇൻറ്റു വൈ റേസ് ടു എക്സ്. എക്സ് ബൈ വൈ ഇൻറ്റു വൈ റേസ് ടു എക്സ്. ഓക്കെ, സോ എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ ആണെങ്കിൽ എ റേസ് ടു എം മൈനസ് എൻ അല്ലയോ? നമുക്കറിയാവുന്നില്ലയോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു വൈ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ വൈ റേസ് ടു 1, അതായത് വൈ റേസ് ടു എക്സ് മൈനസ് 1 എന്ന് എഴുതാം.
കണ്ടോ വൈ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ വൈ റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്താ എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ എന്നുള്ളത് പോലെ തന്നെ എ റൈസ് ടു എം മൈനസ് എൻ. ഓക്കെ സോ വൈ റൈസ് ടു എക്സ് മൈനസ് 1. ഓക്കെ ആണേ. ഓക്കെ സോ അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഡി വൈ ബൈ ഡി എക്സ് വെളിയിലെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ആരുണ്ട്? ഈ ഇത്രയും സാധനത്തെ ഞാൻ മാറ്റാൻ പോവാം. മാറ്റി എന്തോ എഴുതാൻ പോവാം? എക്സ് ഇൻറ്റു വൈ റൈസ് ടു എക്സ് മൈനസ് 1. ഓക്കെ പ്ലസ് അടുത്ത ആരുണ്ട് ഇവിടെ? ഇതാണ്ടേ എക്സ് റൈസ് ടു വൈ ഇൻറ്റു ലോഗ് എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ മൈനസ് വൈ റൈസ് ടു എക്സ് ലോഗ് വൈ മൈനസ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യാം. എന്താ? എക്സ് റൈസ് ടു വൈ മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് എക്സ് റൈസ് ടു എക്സ് ലോഗ് എക്സ് മൈനസ് 1. ഡി വൈ ബൈ ഡി എക്സ് ആണ് നമുക്ക് വേണ്ടുന്നത്. സോ ഡി വൈ ബൈ ഡി എക്സ് ഈ സൈഡിൽ ഇടുക. ബാക്കിയുള്ളതിനെല്ലാം എന്ത് ചെയ്യുക? അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. ഓക്കെ ഇവിടെ എന്തെങ്കിലും കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്യാനൊന്നും ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് സിംപ്ലി അപ്പുറത്തോട്ട് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്ത് വെക്കാം. ഓക്കെ ഓക്കെ സോ ഓക്കെ സോ എന്ത് കിട്ടും നമുക്ക് ആൻസർ? മൈനസ് എല്ലാം കോമൺ എടുത്തോ. മൈനസ് എല്ലാം കോമൺ എടുത്തോ. കോമൺ എടുത്തു കഴിഞ്ഞാൽ വൈ റൈസ് ടു എക്സ് ലോഗ് വൈ പ്ലസ് എക്സ് റൈസ് ടു വൈ മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് എക്സ് റൈസ് ടു എക്സ് ലോഗ് എക്സ് പ്ലസ് 1. ഓക്കെ ദ ഹോൾ ഡിവൈഡഡ് ബൈ കണ്ടോ മൈനസ് എല്ലാത്തിൽ നിന്ന് കോമൺ എടുത്താൽ ആ ടേമുകളെല്ലാം എന്താവും? പ്ലസ് ആവും. ഓക്കെ ഡിവൈഡഡ് ബൈ താഴെ എന്തുകൊണ്ട്? വൈ റൈസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് എക്സ് റൈസ് ടു വൈ ലോഗ് എക്സ്. ആൻസറായി. ഓക്കെ കണ്ടോ നമുക്കല്ലാതെ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ നടക്കുമായിരുന്നു? നടക്കത്തില്ല. പക്ഷേ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഓക്കെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെങ്തി പ്രോസസ് പോലെ തോന്നും. പക്ഷേ ആ ഡെറിവേറ്റീവ്സ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഡെറിവേറ്റീവ്സ് എല്ലാം എന്താ? സിമ്പിളാണ്. നമ്മൾ ആകെ മനസ്സിലാക്കേണ്ടതാണ്ട് ഇത്രയും കാര്യമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്തു? ഇതാണ്ടേ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു? ആദ്യമേ എക്സ് വൈ റൈസ് ടു എക്സ് പ്ലസ് എക്സ് റൈസ് ടു വൈ പ്ലസ് എക്സ് റൈസ് ടു എക്സ് അങ്ങനെ ആയിരുന്നു കിടന്നത്. ഓക്കെ അപ്പോൾ ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് കണ്ടപ്പോൾ മനസ്സിലായി. പക്ഷേ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ മാത്രമല്ല എന്താ? ബേസും എന്ത് തന്നെയാണ്? ഒരു പാരാമീറ്റർ തന്നെ, ഒരു വേരിയബിൾ തന്നെ അല്ലേ? കണ്ടോ വൈ എക്സ് എക്സ് എന്നൊക്കെ കിടക്കുന്നത്. സോ നമുക്ക് ഡെറിവേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് പേര് കൊടുക്കും. എന്നിട്ട് ഓരോന്നിൻ്റെയും ഡെറിവേറ്റീവ് സെപ്പറേറ്റ് കണ്ടുപിടിക്കും, ആഡ് ചെയ്യും. ഓക്കെ അപ്പോൾ ആദ്യത്തേന് യു എന്ന് പേരെടുത്തു, വി എന്ന് പേരെടുത്തു, ഡബ്ല്യു എന്ന് പേരെടുത്തു. അപ്പോൾ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ഇവനെ ഡെറിവേറ്റ് ചെയ്യണം, ഇവനെ ഡെറിവേറ്റ് ചെയ്യണം, ഇവനെ ഡെറിവേറ്റ് ചെയ്യണം. കണ്ടോ ഡെറിവേറ്റ് ചെയ്യുക. റൈറ്റ് ഹാൻഡ് സൈഡ് ഡെറിവേറ്റ് ചെയ്തപ്പോൾ എന്തായിപ്പോയി? 0 ആയിപ്പോയി. സോ ഇവന്മാരെ ഡി യു ബൈ ഡി എക്സ് ഡി വി ബൈ ഡി എക്സും ഡി ഡബ്ല്യു ബൈ ഡി എക്സും ഈക്വൽ ടു 0 എന്നും കിട്ടി. സോ ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ആ ഓരോന്നിനെയും നമ്മൾ സെപ്പറേറ്റ് ഡെറിവേറ്റ് ചെയ്യണം. സോ യു എന്ന് പറയുന്നത് വൈ റൈസ് ടു എക്സാ. ഞാൻ എന്ത് ചെയ്തു? ഡെറിവേറ്റ് ചെയ്തു, ഡി യു ബൈ ഡി എക്സ് കണ്ടുപിടിച്ചു. വി എന്ന് പറയുന്നത് എന്താ? വി എന്ന് പറയുന്നത് എക്സ് റൈസ് ടു വൈ ആ. സോ അതിനെ ഞാൻ എന്ത് ചെയ്തു? ഡെറിവേറ്റ് ചെയ്തു, ഡി വി ബൈ ഡി എക്സ് കണ്ടുപിടിച്ചു. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എക്സ് ആ. ഡി ഡബ്ല്യു ബൈ ഡി എക്സ് കണ്ടുപിടിച്ചു. ഇത് നമുക്കറിയാം, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്താ? ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് പ്ലസ് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0. സോ ഇട്ടു. അത് 0 എന്ന് കൊടുത്തു. അത് 0 എന്ന് കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ടേംസ് കിട്ടി. ആ ടേംസിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സ്, അത് നമ്മൾ ആദ്യം തൊട്ടേ ചെയ്യുന്ന കാര്യം, നമ്മൾ നേരത്തെ ചെയ്യുന്ന കാര്യം. ഡി വൈ ബൈ ഡി എക്സ് ഇങ്ങനെ വെളിയിൽ കോമൺ എടുത്തു, ബാക്കിയുള്ളതിനെല്ലാം അപ്പുറത്തോട്ട് കൊണ്ടുപോയി. സംഭവം എളുപ്പമാണേ? എളുപ്പമാണ്. ഓക്കെ അപ്പോൾ ആ പ്രോബ്ലം അവിടെ കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ നേരെ കയറാൻ പോകുന്നത് എന്തിലോട്ടാ? എക്സസൈസ് ക്വസ്റ്റ്യൻസിലോട്ടാണ്. ഓക്കെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ കയറാൻ പോകുന്നത് എവിടെ? എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ടാണ്. ഓക്കെ നോക്കിയാൽ നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് എന്താണെന്ന് നോക്കിയേ. കോസ് എക്സ് ഇൻറ്റു തന്നേക്കുന്നു വൈ ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x. ഈ തന്നേക്കുന്ന ഫംഗ്ഷൻ ഓക്കെ വൈ ഈസിക്കൽ ഒന്നല്ല തന്നേക്കുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്ങനെ തന്നിട്ടുള്ളൂ? അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിനെ എന്ത് ചെയ്യുക? ഡെറിവേറ്റ് ചെയ്യുക എന്ന് പറയുക. ഞാൻ എന്ത് ചെയ്തു? ആ ഫംഗ്ഷൻ ഒരു പേര് കൊടുത്തു. പേര് കൊടുത്തിട്ട് അതിനെ എന്ത് ചെയ്യാൻ പോവുക? ഡെറിവേറ്റ് ചെയ്യാൻ പോവുക. പക്ഷേ അതാ നോക്കിയേ, ഇവിടെ കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x 3 ഫംഗ്ഷൻസ് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ലെബനിറ്റ്സ് റൂൾ യൂസ് ചെയ്യാനാണ് എളുപ്പം, ലോഗ് യൂസ് ചെയ്യാനാണ് എളുപ്പം. ലോഗ് യൂസ് ചെയ്യാനാണ്. കാരണം രണ്ട് സൈഡിൽ ലോഗ് ആയി കഴിഞ്ഞാൽ ഈ ടേമെല്ലാം എനിക്ക് എന്ത് ചെയ്യാം? പ്ലസ് ചെയ്ത് എഴുതാം. അപ്പോൾ ഈസി ആയിട്ട് ഡെറിവേറ്റീവ് എനിക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. എന്നോ അതോ നോക്കിയോ. സോ ഞാൻ രണ്ട് സൈഡിൽ ലോഗ് അപ്ലൈ ചെയ്യുന്നു. സോ ലോഗ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x. ഇനി സിമ്പിൾ, നമ്മൾ ലോഗ് കണ്ടുപിടിക്കുക. ലോഗ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്നതിനെല്ലാം എന്ത് ചെയ്യാം? പ്ലസ് ആക്കി എഴുതാം. സോ ലോഗ് കോസ് എക്സ് പ്ലസ് ലോഗ്
കോസ് 2x പ്ലസ് ലോഗ് കോസ് 3x. ഓക്കെ ഓക്കെ. സോ രണ്ട് സൈഡിൽ ഇനി എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y ഇൻറ്റു dy/dx വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഇതെല്ലാം പ്ലസ് ചെയ്ത് കിടക്കും അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈച്ച് ടൈമിനെ ഇൻഡിവിജ്വലായിട്ട് എന്ത് ചെയ്യാം, ഡെറിവേറ്റ് ചെയ്ത് എഴുതാം. സോ ലോഗ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ലോഗ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അതാ നോക്കിയേ, ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു, ഇതിൻ്റെയും ഡെറിവേറ്റീവ് എടുത്തു അല്ലേ. സോ എന്ത് ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡിൽ സെപ്പറേറ്റ് ഡെറിവേറ്റീവ്സ് എടുക്കാം. ഓക്കെ. സോ ലോഗ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ലോഗ് എക്സ് ആയിരുന്നെങ്കിൽ 1/x, ലോഗ് കോസ് എക്സ് ആയപ്പോൾ 1/cos x ഇൻറ്റു എന്താ, എക്സ് അല്ല കിടന്നത്, കോസ് എക്സ് ആ കിടന്നത്. സോ എന്ത് ചെയ്യണം, ഇൻറ്റു d/dx ഓഫ് കോസ് എക്സും കൂടെ വേണം. ഓക്കെ. ഈ കാര്യം അറിയാവുന്നതാണ്. സോ ഞാൻ ഇനി അങ്ങനെ എഴുതി പോകുന്നില്ല, കാരണം നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തതല്ലയോ കഴിഞ്ഞ എക്സസൈസും അതിന് മുന്നത്തെ എക്സസൈസിലൊക്കെ എന്ത് ചെയ്താ, ഇത് ഒരുപാട് പ്രാക്ടീസ് ചെയ്തതാണ്. സോ നമുക്കിനി ഡയറക്റ്റ് എഴുതാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ. അറിഞ്ഞുകൂടെങ്കിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് ഒക്കെ എടുത്ത് വയ്ക്കുക, തൊട്ട് മുന്നത്തെ എക്സസൈസുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക, വീണ്ടും പ്രാക്ടീസ് ചെയ്തത് എന്ത് ചെയ്യുക, തറവാക്കുക, പക്കയാക്കുക. ഓക്കെ. സോ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് ലോഗ് കോസ് 2xൻ്റെ ഡെറിവേറ്റീവോ 1/cos 2x ഇൻറ്റു കോസ് 2xൻ്റെ ഡെറിവേറ്റീവ് എന്താ, മൈനസ് സൈൻ 2x ഇൻറ്റു എന്താ ഉണ്ട്, ഇനി കോസ് 2x ആയിരുന്നു, അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 2x ഉണ്ട്. പക്ഷേ എന്താ, കോസ് എക്സ് അല്ലായിരുന്നു, കോസ് 2x ആയിരുന്നു. സോ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇനി ആരുടെ ഡെറിവേറ്റീവ് കൂടെ എടുക്കണം, 2xൻ്റെയും കൂടെ ഡെറിവേറ്റീവ് എടുക്കണം. സോ ഇൻറ്റു എന്ത് ചെയ്യണം, 2. ഓക്കെ പ്ലസ് കോസ് 3xൻ്റെയോ 1/cos 3x. പക്ഷെ നമുക്കറിയാം ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അല്ലയോ, ലോഗ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. ഇനി അതും എന്ത് ചെയ്യുക, 3x എന്ന് പറയുന്നത് അകത്ത് വെറും എക്സ് അല്ല കിടക്കുന്നത്, അകത്ത് എന്താ 3x കിടക്കുന്നത്. സോ വീണ്ടും ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അങ്ങനെ കിടക്കുന്നത് അല്ലേ. ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്തു, ആദ്യമേ ലോഗ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കും 1/cos 3x. ഇനി കോസ് 3xൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. കോസ് 3xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 3x. ഇനി എന്തോടൊപ്പം ഉണ്ടാകത്ത്, എക്സ് അല്ല കിടക്കുന്നത്, 3x ആ കിടക്കുന്നത്. സോ അതിൻ്റെയും ഡെറിവേറ്റീവ് എടുക്കണം. അതെന്ത് കിട്ടും, ഇൻറ്റു 3. ഓക്കെ ആണോ. ഓക്കെ. ഞാൻ എന്താ ഇവനിങ് എടുത്തോട്ടെ, ഇവനിങ് എടുക്കുവാന്നേ, അതാണ്ട് എടുക്കും. ഓക്കെ. അവിടുന്ന് ഒരാളും കൂടെ അങ്ങ് പോയിരുന്നു, അവനെ വേണ്ട. ഓക്കെ. സോ ഇതാ നമ്മുടെ ഈ കിടന്നത് അല്ലേ, നമ്മൾ ഡെറിവേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ജസ്റ്റ് ഇതിനെ ഒന്ന് എന്ത് ചെയ്താൽ ആദ്യം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് dy/dx അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ dy/dx ഈസ് ഈക്വൽ ടു y അപ്പുറത്തോട്ട് കൊണ്ടുപോകാം, y ഇൻറ്റു സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്തോ ടാൻ എക്സ്. സോ മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താവും, മൈനസ് ടാൻ എക്സ് എന്ന് വരും. ഇൻറ്റു അല്ല സോറി പ്ലസ് ആയാലും പ്ലസ് മൈനസ് സൈൻ 2x ബൈ കോസ് 2x എന്താ, ടാൻ 2x. സോ മൈനസ് ടാൻ 2x ഇൻറ്റു എന്തുകൊണ്ട്, ഒരു 2 ഉണ്ട്. ഇനി അടുത്ത ടൈം എന്താ, മൈനസ് സൈൻ 3x ഡിവൈഡ് ബൈ കോസ് 3x അതെന്താവും, മൈനസ് ടാൻ 3x ആവും. ഇൻറ്റു എന്തുകൊണ്ട്, 3 ഉണ്ട്. ഓക്കെ. സോ dy/dx ഈസ് ഈക്വൽ ടു y ഇൻറ്റു y എന്തായിരുന്നു, y നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ ആയിരുന്നു. എന്തായിരുന്നു ഫംഗ്ഷൻ, കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x ആണ്. സോ y ഈസ് ഈക്വൽ ടു എന്താ, കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x ഇൻറ്റു എന്തുകൊണ്ട്, മൈനസ് ടാൻ എക്സ് ടാൻ 2x ഇൻറ്റു 2 അല്ലേ, അല്ലെങ്കിൽ നമുക്ക് എഴുതാം മൈനസ് 2 ടാൻ 2x മൈനസ് 3 ടാൻ 3x. ആൻസറായി, dy/dx ആയി. സിമ്പിൾ അല്ലയോ, സിമ്പിൾ. നോക്കാം, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ, താണ്ടേ y ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്. നമുക്കറിയാം ലോഗ് യൂസ് ചെയ്യാൻ പോലെ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക, കുറേ ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷനാണ്, കോഷ്യൻ റൂളും പ്രൊഡക്റ്റ് റൂളും ഒക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്യും, ഉറപ്പായിട്ട് നമ്മൾ ലോഗ് യൂസ് ചെയ്തായിരിക്കും ചെയ്യാൻ പോകുന്നത്. ലോഗ് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ റൂട്ട് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്ത് ചെയ്യും, റേസ് ടു 1/2 എന്ന് എഴുതും അല്ലയോ. സോ y ഈസ് ഈക്വൽ ടു, ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യാൻ പോവാ, y ഈസ് ഈക്വൽ ടു x മൈനസ് 1 ഇൻറ്റു x മൈനസ് 2 ദ ഹോൾ ഡിവൈഡഡ് ബൈ x മൈനസ് 3 ഇൻറ്റു x മൈനസ് 4 ഇൻറ്റു x മൈനസ് 5 ദ ഹോൾ റേസ് ടു എന്തെന്ന് എഴുതാം,
1/2 എന്ന് എഴുതാമോ? റൂട്ടിനെ മാറ്റി ഹോൾ റേസ്റ്റ് 1/2 ആക്കി. എന്തിനാ? നമുക്ക് രണ്ട് സൈഡിൽ ലോഗ് എടുക്കാനുള്ളതല്ലയോ, രണ്ട് സൈഡിൽ ലോഗ് എടുക്കാനുള്ള. സോ ലോഗ് y ഈസ് ഈക്വൽ ടു ലോഗ് പവറിനെ എന്ത് ചെയ്യാം, നമുക്ക് സൈഡിലോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. സോ 1/2 ഇൻറ്റു ലോഗ് ഓഫ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 5. എഴുതാമേ? എഴുതാം. ഓക്കെ. സോ പവറിനെ നമുക്ക് എന്ത് ചെയ്യാം, ലോഗ് എടുത്തത് കൊണ്ട് തന്നെ ഇവിടെ റേസ് ടു 1/2 കിടന്നാൽ ആ 1/2 നമുക്ക് എന്ത് ചെയ്യാം, ഈ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് എഴുതാം. പ്രശ്നമൊന്നുമില്ല. ഇനി ആൻസറായി. രണ്ട് സൈഡിലും എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ 1/y ലോഗ് y ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/y ഇൻറ്റു dy/dx ഈസ് ഈക്വൽ ടു സോ 1/2 കോൺസ്റ്റൻ്റ് അതിനെ അതേപോലെ എഴുതി. ഈ ലോഗിനെ നമുക്ക് എന്ത് ചെയ്യാം, ശരിക്കും പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലേ. സോ d/dx ഓഫ് ഡെറിവേറ്റീവ് ഓഫ് റൈറ്റ് ഹാൻഡ് സൈഡ് ഡെറിവേറ്റ് ചെയ്യാൻ പോകും. 1/2 കോൺസ്റ്റൻ്റ് ആയിട്ട് 1/2 വെളിയിൽ എഴുതി. സോ ഡെറിവേറ്റീവ് ഓഫ് എന്താ, ഇവനെയാണ് ഡെറിവേറ്റ് ചെയ്യേണ്ടത് അല്ലയോ, ഇവനെയാണ് ഡെറിവേറ്റ് ചെയ്യേണ്ടത്, ലോഗ് ടേമിനെയാണ്. സോ ലോഗ് ടേമിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ, സ്പ്ലിറ്റ് ചെയ്യാം. ലോഗ് ഓഫ് മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്നതിനെല്ലാം പ്ലസ് ഇട്ട് എഴുതാം. സോ എക്സ് മൈനസ് 1 പ്ലസ് ലോഗ് ഓഫ് എക്സ് മൈനസ് 2 മൈനസ് ഡിവൈഡ് താഴെ കിടക്കുന്ന ടേമിനെല്ലാം മൈനസ് ചെയ്ത് നമുക്ക് എഴുതാം അല്ലേ. സോ മൈനസ് log of x minus 3 minus log of x minus 4 minus log of x minus 5 ആണേ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു dy/dx അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ dy/dx ഈസ് ഈക്വൽ ടു y അപ്പുറത്തോട്ട് കൊണ്ടുപോയി. സോ y ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യണം, ഡെറിവേറ്റ് ചെയ്യണം. ഈച്ച് ടേമിനെയും ഡെറിവേറ്റ് ചെയ്യാം. കണ്ടോ, പ്ലസും മൈനസും ഇട്ട് കിടക്കുക. സോ ഈച്ച് ടേമിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡെറിവേറ്റ് ചെയ്യാം. സോ ലോഗ് ഓഫ് എക്സ് മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എന്തുകൊണ്ട് എക്സ് മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്. എക്സ് മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആയിപ്പോൾ. സോ ആൻസർ എന്ത് കിട്ടും, 1 കിട്ടും. ഓക്കെ ആണേ, ഓക്കെ 1 കിട്ടും. ഓക്കെ ആണേ, ഓക്കെ. പ്ലസ് രണ്ടാമത്തെ ടേം 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് അത് എന്ത് തന്നെയാണ്, 1 തന്നെ കിട്ടും നമുക്ക് അല്ലയോ. സോ അടുത്ത ടൈം എന്താ, മൈനസ് എക്സ് മൈനസ് 3യുടെ ഡെറിവേറ്റീവ് എന്താ, 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3യുടെ ഡെറിവേറ്റീവ് അതെന്താ, 1 ആവും. മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 4 ഇൻറ്റു 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 5 ഇൻറ്റു 1. ഓക്കെ ആണേ, ഓക്കെ. സോ ഫൈനൽ ആൻസർ നമുക്ക് എഴുതാം dy/dx ഈസ് ഈക്വൽ ടു y എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, y എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ എന്താ, റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 5. ഓക്കെ ആണേ, ഓക്കെ. ഇൻറ്റു എന്താ ഉണ്ട്, അകത്ത് കുറേ ടേമുകൾ കിടപ്പുണ്ട്. ടേമുകൾ ഏതൊക്കെയാണ്, 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 4 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 5. ഓക്കെ ആണേ, ഓക്കെ. സോ ആൻസറായി. എളുപ്പമല്ലേ, എളുപ്പം. അങ്ങനെ എന്താ നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താ നിൽക്കുന്നത്, y ഈസ് ഈക്വൽ ടു log x ദ ഹോൾ റേസ് ടു കോസ് x. കണ്ടോ, y റേസ് ടു എക്സ് എന്നൊക്കെ ഉള്ള രീതിയിൽ കിടക്കും അല്ലേ. ഒരു പാരാമീറ്റർ, ഒരു ഫംഗ്ഷൻ റേസ് ടു ഒരു ഫംഗ്ഷൻ റേസ് ടു വേറൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് കിടക്കുക. സോ നമ്മൾ എന്ത് ചെയ്യും, ലോഗ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, നമ്മൾ തൊട്ട് മുന്നേ വേറൊരു പ്രോബ്ലം ചെയ്തായിരുന്നല്ലയോ, y റേസ് ടു എക്സ് പ്ലസ് യു റേസ് ടു എക്സ് റേസ് ടു വൈ പ്ലസ് അങ്ങനെയൊക്കെ പറഞ്ഞു. അതായത് ഒരു ഫംഗ്ഷൻ റേസ് ടു ഒരു ഫംഗ്ഷൻ പ്ലസ് ഒരു ഫംഗ്ഷൻ റേസ് ടു വേറൊരു ഫംഗ്ഷൻ അങ്ങനെയൊക്കെ കിടക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യരുത്, ഈ സിഗൽ ഇസഡ് എന്നോ അങ്ങനെയാണ് കിടക്കുമെന്ന് വിചാരിക്കുക. അങ്ങനെ ഡയറക്റ്റ് എന്ത് ചെയ്യരുത്, രണ്ട് സൈഡിലും ലോഗ് എടുക്കരുത്. ഞാൻ ഒന്നുകൂടെ ഒന്ന് എഴുതി കാണിച്ചു തരാം. അതാ നോക്കിയേ, ഇങ്ങനെ വന്നേക്കും ഒരു ഫംഗ്ഷൻ. സോ y റേസ് ടു എക്സ് പ്ലസ് ലോഗ് എക്സ് റേസ് ടു സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. ഇങ്ങനെയാണ് കിടക്കുക. സോ രണ്ട് സൈഡിലും എന്ത് ചെയ്യണം, ആദ്യമേ കയറി ഇങ്ങനെ അങ്ങ് എന്ത് ചെയ്യരുത്,
ലോഗ് എടുക്കരുത്. സോ ലോഗ് എക്സ് ഈസിക്കൽ ടു ലോഗ് ഓഫ് ഇങ്ങനെ, കാരണം ലോഗിനകത്ത് ഇങ്ങനെ പ്ലസ് ചെയ്ത് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാനില്ല, പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാനില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ചെയ്യും ഇവന് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും യു, ഇവന് നമ്മൾ വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും ബി, എന്നിട്ട് എന്ത് ചെയ്യും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും രണ്ടും ഡെറിവേറ്റ് ചെയ്യും, രണ്ട് സൈഡും ഡെറിവേറ്റ് ചെയ്യും. എന്നിട്ട് ഡി യു ബൈ ഡി എക്സ് സെപ്പറേറ്റ് കണ്ടുപിടിക്കും. ഡി യു ബൈ ഡി എക്സ് പ്ലസ് രണ്ട് സൈഡും ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് ഈസിക്കൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. അങ്ങനെ കണ്ടുപിടിക്കും. ഡി യു ബൈ ഡി എക്സും ഡി വി ബൈ ഡി എക്സും നമ്മൾ എന്ത് ചെയ്യും, ഇനി സെപ്പറേറ്റ് കണ്ടുപിടിക്കും. ഓക്കെ ആണേ. സോ ഫംഗ്ഷൻ റേസ് ടു ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരൊറ്റ സാധനം ഉള്ളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്ത് ആൻസറിലോട്ട് എത്താം. പക്ഷേ ഇത് ഒരു ഫംഗ്ഷൻ റേസ് ടു ഫംഗ്ഷൻ പ്ലസ് അടുത്ത ഫംഗ്ഷൻ റേസ് ടു ഫംഗ്ഷൻ അങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, അതിന് പുതിയ പേര് കൊടുക്കും. ആദ്യം നമ്മൾ എന്ത് കൊടുക്കും, പുതിയൊരു പേര് കൊടുക്കും, ഓർത്ത് വെച്ചോളുക കേട്ടോ. അപ്പോൾ ഫംഗ്ഷൻ റേസ് ടു ഫംഗ്ഷൻ പ്ലസ് ഓർ മൈനസ് വേറൊരു ഫംഗ്ഷൻ റേസ് ടു ഫംഗ്ഷൻ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഈച്ച് ഫംഗ്ഷന് നമ്മൾ എന്ത് ചെയ്യും, പ്രത്യേകം പേര് കൊടുക്കും. കണ്ടോ, യു വി എന്നൊക്കെ പേര് കൊടുക്കും. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഡി യു ബൈ ഡി എക്സും ഡി വി ബൈ ഡി എക്സും ഒക്കെ എന്ത് ചെയ്യും, സെപ്പറേറ്റ് കണ്ടുപിടിക്കും. ഓക്കെ, നമ്മളൊരു പ്രോബ്ലം ചെയ്തതാണ്. ആ ചെയ്ത പ്രോബ്ലം ഓർത്ത് വെച്ചേക്കുക, എക്സാമ്പിളിനകത്തൊരു പ്രോബ്ലം ചെയ്തതാണ് അല്ലേ. ഓക്കെ, സോ എന്തായാലും നമുക്ക് ഇവിടെ നമുക്ക് ഇത് ചെയ്യാം. ഇനിയിപ്പം നമുക്കിപ്പോൾ വരുമ്പോൾ നമുക്കത് കാണാം. ഓക്കെ, സോ നോക്കിക്കോ. സോ നോക്കിക്കോ. ഓക്കെ, y ഈസിക്കൽ ടു ലോഗ് എക്സ് ദ ഹോൾ റേസ് ടു കോസ് എക്സ്. എന്ത് ചെയ്യും, ലോഗ് എടുക്കും. ലോഗ് y ഈസിക്കൽ ടു ലോഗ് ഓഫ് ലോഗ് എക്സ് റേസ് ടു കോസ് എക്സ്. അങ്ങനെയാണെങ്കിൽ എനിക്കിതിന് എന്ത് ചെയ്യാം, കോസ് എക്സിനെ താഴോട്ട് വരാം അല്ലേ. സോ കോസ് എക്സ് ഇൻറ്റു ലോഗ് ഓഫ് ലോഗ് എക്സ്. ഡെറിവേറ്റ് ചെയ്യുക, രണ്ട് സൈഡിലും എന്ത് ചെയ്യുക, ഡെറിവേറ്റ് ചെയ്യുക. സോ 1/y ഇൻറ്റു dy by dx is equal to d by dx of cos x into log of log x. Okay ആണേ. ഓക്കെ, സോ 1/y into dy by dx is equal to cos x into log of log x. ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ കണ്ടോ, ഒരു ഫംഗ്ഷൻ ഇൻറ്റു അടുത്ത ഫംഗ്ഷൻ. ആ രണ്ടാമത് നടക്കുന്ന ഫംഗ്ഷൻ എന്താ, അതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്, ലോഗ് ഓഫ് ലോഗ് എക്സ് എന്നാണ് നടക്കുന്നത്. പ്രശ്നമൊന്നുമില്ല, കോമ്പോസിറ്റ് ഫംഗ്ഷനെയൊക്കെ ഡെറിവേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, അറിയാവുന്നേ. സോ അതൊന്നും പ്രശ്നമൊന്നുമല്ല നമുക്ക്. ഓക്കെ, സോ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അതൊക്കെ നമുക്ക് ഡെറിവേറ്റ് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് തൽക്കാലം യു ഇൻറ്റു വി എന്നും പറഞ്ഞ് കിടക്കും അല്ലേ. സോ യു ഇൻറ്റു വി, യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ്. സോ യു ഡാഷ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻസ് യു ഡാഷ് ഇൻറ്റു വി. വി എന്തായിരുന്നു, ലോഗ് ഓഫ് ലോഗ് എക്സ് യു ഡാഷ് വി പ്ലസ് യു ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു വി ഡാഷ്, അതായത് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ഓഫ് ലോഗ് എക്സ്. ഓക്കെ ആണേ. ഓക്കെ, സോ യു ഡാഷ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് യു ഡാഷ് ഇൻറ്റു വി, വി അതേപോലെ എഴുതി ലോഗ് ഓഫ് ലോഗ് എക്സ് പ്ലസ് യു ഇൻറ്റു കോസ് എക്സിനെ അതേപോലെ എഴുതി ഇൻറ്റു വി ഡാഷ്, കണ്ടോ, ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് കണ്ടുപിടിക്കണം. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു മൈനസ് ഉണ്ടല്ലേ. സോ മൈനസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് ഓഫ് ലോഗ് എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഈസിയാണ്. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/x. സോ ലോഗ് ഓഫ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 1/log x ആയിരിക്കും. ലോഗ് എക്സ് ആണെങ്കിൽ 1/x, ലോഗ് ഓഫ് ലോഗ് എക്സ് ആണെങ്കിൽ എക്സിന് വരാൻ വന്നിരിക്കുന്നത് എന്താ, ലോഗ് എക്സ് ആണെങ്കിൽ. സോ എന്ത് വരും, 1/log x. ഇൻറ്റു എന്ത് ചെയ്യണം, കോമ്പോസിറ്റ് ഫംഗ്ഷൻ അല്ലയോ, അപ്പോൾ ഇതിൻ്റെയും കൂടെ എടുക്കണം. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ, സോ അകത്ത് കിടക്കുന്ന ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊടുക്കണം. അതെന്താ, 1/x. ഓക്കെ ആണേ. സോ ആൻസർ എന്ത് കിട്ടും, 1/x log x. ഓക്കെ, സോ 1/x ഇൻറ്റു ലോഗ് എക്സ്, 1/x ഇൻറ്റു ലോഗ് എക്സ് ആൻസറായി. ഓക്കെ, സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു, കണ്ടുപിടിക്കേണ്ടത് dy by dx is equal to y into y എന്താ, log x raised to cos x into
കോസ് എക്സ് ബൈ എക്സ് ലോഗ് എക്സ് മൈനസ് ആ പോസിറ്റീവ് ടൈമിനെ ഫസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ മൈനസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് ഓഫ് ലോഗ് എക്സ് ഓക്കെ ഓക്കെ. സോ നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. എക്സ് റൈസ് ടു എക്സ് മൈനസ് 2 റൈസ് ടു സൈൻ എക്സ്. ഓക്കെ, സോ തന്നിരിക്കുന്നത് എന്താ? വൈ ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ് മൈനസ് 2 റൈസ് ടു സൈൻ എക്സ്. ഇവിടെ നമ്മൾ കണ്ടല്ലേ, ഞാൻ പറഞ്ഞ ഫംഗ്ഷൻ റൈസ് ടു ഫംഗ്ഷൻ, ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ പോലെ കിടക്കും, ഒരു ഫംഗ്ഷൻ റൈസ് ടു ഒരു ഫംഗ്ഷൻ. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? മൈനസ് അതേപോലെ ഒരു ഫംഗ്ഷൻ റൈസ് ടു അനദർ ഫംഗ്ഷൻ കിടപ്പുണ്ട്. സോ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ലോഗ് നമ്മൾ ആദ്യമേ എടുക്കുമോ? എടുക്കത്തില്ല. കാരണം ഒരു ഫംഗ്ഷൻ റൈസ് ടു ഫംഗ്ഷൻ മാത്രമേ ഉള്ളെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പ്ലസ് ഓർ മൈനസ് വേറെ ഒരു ഫംഗ്ഷൻ റൈസ് ടു ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ഡയറക്റ്റ് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ലോഗ് എടുക്കത്തില്ല. പകരം നമ്മൾ എന്തോ ചെയ്യുന്നത്? നമ്മളിവന് പേര് കൊടുക്കും, ഇല്ലയോ? യു എന്നും വി എന്നും പേര് കൊടുക്കും. ഓക്കെ, സോ വൈ ഈസ് ഈക്വൽ ടു ശരിക്കും എന്താ? ഇപ്പം യു മൈനസ് വി ആണ്. നമുക്ക് വിത്ത് റെസ്പെക്ട് എക്സിൽ ഡെറിവേറ്റ് ചെയ്യണം. അതായത് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്താ? ഡി യു ബൈ ഡി എക്സ് മൈനസ് ഡി വി ബൈ ഡി എക്സ് ആണ്. ആണോ? ആണ് അല്ലേ? യു മൈനസ് വി പേര് കൊടുത്തു, യു മൈനസ് വി എന്ന് എഴുതി. സോ ഡി വൈ ബൈ ഡി എക്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ്, റൈറ്റ് ഹാൻഡ് സൈഡ് ഡെറിവേറ്റ് ചെയ്യുമ്പോഴോ ഡി ബൈ ഡി എക്സ് ഓഫ് യു മൈനസ് വി അല്ലയോ? സോ അതിനെ സെപ്പറേറ്റ് ഡെറിവേറ്റ് ചെയ്യാം. ഡി യു ബൈ ഡി എക്സ് മൈനസ് ഡി വി ബൈ ഡി എക്സ്. ഇനി നമുക്ക് ആരെയൊക്കെ വേണം? ഡി യു ബൈ ഡി എക്സും വേണം, ഡി വി ബൈ ഡി എക്സും വേണം. കണ്ടുപിടിക്കാം. നമ്മൾ കൊടുത്ത യു എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? എക്സ് റൈസ് ടു എക്സ്. സോ ലോഗ് എടുക്കാം. ലോഗ് യു ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് റൈസ് ടു എക്സ് അല്ലെങ്കിൽ എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഓക്കെ, സോ 1 ബൈ യു രണ്ട് സൈഡും ഡെറിവേറ്റ് ചെയ്യാൻ പോകും. സോ 1 ബൈ യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു യു ഡാഷ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 യു ഡാഷ് ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു വി ഡാഷ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ്. സോ ആൻസർ എന്ത് കിട്ടും? ലോഗ് എക്സ് പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, സോ ഡി യു ബൈ ഡി എക്സ് എന്ത് കിട്ടും? യു ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു യു എന്താ? എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1. ഓക്കെ, സോ ഡി യു ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. യുവിനെ അങ്ങ് അപ്പുറത്തോട്ട് കൊണ്ടുപോകും. സോ ഡി യു ബൈ ഡി എക്സ് യു ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1. യു എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എക്സ്. സോ എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് എന്താ? എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1 മൈനസ് ഇനി ആരെ വേണം? ഡി വി ബൈ ഡി എക്സ് വേണം നമുക്ക്. ഇനി ആരെ വേണം? ഡി വി ബൈ ഡി എക്സ് നമുക്ക് വേണം. നമുക്കറിയാം വി എന്ന് പറഞ്ഞാൽ ആരാ? വി എന്ന് പറഞ്ഞാൽ 2 റൈസ് ടു സൈൻ എക്സ്. ലോഗ് വി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ലോഗ് 2 റൈസ് ടു സൈൻ എക്സ്. സോ എന്ത് ചെയ്യാം? സൈൻ എക്സ് ഇൻറ്റു ലോഗ് 2 എന്ന് വിളിക്കാം. ആണോ? ലോഗ് 2 റൈസ് ടു സൈൻ എക്സ് വരും. സോ പവറിനെ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. സോ സൈൻ എക്സ് ഇൻറ്റു ലോഗ് 2. ഇനി ഈസിയാ 1 ബൈ വി ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡെറിവേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ലോഗ് 2 കോൺസ്റ്റൻ്റ്, അതിനെ അതേപോലെ അങ്ങ് എഴുതിയാൽ മതി. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ്. ഓക്കെ, സോ ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ എന്ത് കിട്ടും? വി ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ലോഗ് 2. ഇനി വി ആരാടേ? വി എന്ന് പറഞ്ഞാൽ 2 റൈസ് ടു സൈൻ എക്സ്. സോ 2 റൈസ് ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ലോഗ് 2. ഓക്കെ, സോ ആൻസർ എന്ത് കിട്ടി? ഇവിടെ എന്ത് കിട്ടി? മൈനസ് ദാണ്ട് ഇവനെ എങ്ങനെ എഴുതിയാൽ മതി? ഡി വി ബൈ ഡി എക്സ് അല്ലയോ? ഡി വി ബൈ ഡി എക്സ്. സോ 2 റൈസ് ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ലോഗ് 2. ആൻസറായി. ഓക്കെ, നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. വൈ ഈസ് ഈക്വൽ ടു താണ്ട ഇങ്ങനൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടല്ലോ, എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകും? ആദ്യമേ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വൈ ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് അല്ലയോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡിൽ ലോഗ് അപ്ലൈ ചെയ്യാം. ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ ഗുണം എന്താ? ഈ ടേമേ പ്ലസ് ഈ ടേമേ പ്ലസ് ഈ ടേമേ. സോ ആ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഒന്നും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരത്തില്ല, യൂസ് ചെയ്യേണ്ടി വരത്തില്ല. എല്ലാം പ്ലസ് ചെയ്ത് നമുക്ക് കിട്ടും. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം അല്ലേ? സോ ലോഗ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ്
എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 4 ദ ഹോൾ ക്യൂബ് ഇൻറ്റു എക്സ് പ്ലസ് 5 ദ ഹോൾ റൈസ് ടു 4 ലോഗ് വൈ ഈസ് ഈക്വൽ ടു സെപ്പറേറ്റ് കൊടുക്കുക അല്ലേ. എന്നിട്ട് അതേപോലെ പവറിനെ എന്ത് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയും ചെയ്യാം. സോ അത് രണ്ടും കൂടെ ഞാൻ ഒന്നിച്ചേക്ക് പറയാൻ പോവാം. സോ 2 ഇൻറ്റു ലോഗ് ഓഫ് എക്സ് പ്ലസ് 3 പ്ലസ് 3 ഇൻറ്റു ലോഗ് ഓഫ് എക്സ് പ്ലസ് 4 പ്ലസ് 4 ഇൻറ്റു ലോഗ് ഓഫ് എക്സ് പ്ലസ് 5. സംശയമുണ്ടോ? ഇല്ല. കാരണം ലോഗിനകത്ത് കിടക്കുന്നതിനെല്ലാം എന്ത് ചെയ്യാം? പ്ലസ് ചെയ്ത് ലോഗ് ഓഫ് എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് ലോഗ് ഓഫ് എക്സ് പ്ലസ് 4 ദ ഹോൾ ക്യൂബ് പ്ലസ് ലോഗ് ഓഫ് എക്സ് പ്ലസ് 5 ദ ഹോൾ റൈസ് ടു 4 അങ്ങനെ എഴുതാം. ഇനി ഞാൻ എന്ത് ചെയ്ത് ആ പവറിനെ എല്ലാം എന്ത് ചെയ്തിങ്ങി താഴോട്ട് എഴുതി. കണ്ടോ? എഴുതി. എന്താ നമുക്കറിയാമല്ലേ ലോഗ് ഓഫ് എ റൈസ് ടു ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി ഇൻറ്റു ലോഗ് എ. സോ പവറിനെ എനിക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം, ലോഗിൻ്റെ പ്രോപ്പർട്ടി. ഓക്കെ. സോ ഇനി എന്ത് ചെയ്യുക? രണ്ട് സൈഡും ഡെറിവേറ്റ് ചെയ്യുക. സോ 1 ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 2 കോൺസ്റ്റൻ്റ് അതിനെ അതേപോലെ എഴുതുക. ലോഗ് ഓഫ് 1 എക്സ് പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് എന്താ? ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ്. സോ ലോഗ് എക്സ് പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് പ്ലസ് 3 ഇൻറ്റു എന്തുകൊണ്ട്? എക്സ് പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് ഉണ്ട്. പക്ഷേ എക്സ് പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് നമുക്കറിയാം എന്താവും? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആവും, 3യുടെ ഡെറിവേറ്റീവ് 0 ആവും. സോ 1 പ്ലസ് 0 എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അതേപോലെ എക്സ് പ്ലസ് 4ൻ്റെ എന്ത് തന്നെ കിട്ടും? 1 കിട്ടും. എക്സ് പ്ലസ് 5ൻ്റെ എന്ത് തന്നെ കിട്ടും? 1 തന്നെ കിട്ടുന്നത്. ഓക്കെ. സോ 2 ഇൻറ്റു 1 ബൈ എക്സ് പ്ലസ് 3 പ്ലസ് 3 ഇൻറ്റു 1 ബൈ എക്സ് പ്ലസ് 4 പ്ലസ് 4 ഇൻറ്റു 1 ബൈ എക്സ് പ്ലസ് 5. ഓക്കെ. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്താ? വൈ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഫംഗ്ഷൻ എന്താ? എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 4 ദ ഹോൾ ക്യൂബ് ഇൻറ്റു എക്സ് പ്ലസ് 5 ദ ഹോൾ റൈസ് ടു 4 ഇൻറ്റു എന്തുകൊണ്ട്? ഇതാണ്ടെ നമ്മുടെ ടേം എന്താ? 2 ബൈ എക്സ് പ്ലസ് 3 പ്ലസ് 3 ബൈ എക്സ് പ്ലസ് 4 പ്ലസ് 4 ബൈ എക്സ് പ്ലസ് 5. ആൻസർ. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറയുന്നത്? എക്സ് പ്ലസ് 1 ബൈ എക്സ് ദ ഹോൾ റൈസ് ടു എക്സ് പ്ലസ് എക്സ് റൈസ് ടു 1 പ്ലസ് 1 ബൈ എക്സ്. എന്തൊക്കെയോ വലിയ സാധനങ്ങൾ കിടക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടല്ലോ. പേടിക്കണ്ട, എളുപ്പമാണ് ചെയ്യാൻ. നമുക്കറിയാം ആദ്യമേ എന്തായാലും നമുക്കറിയാം ഒരു ഫംഗ്ഷൻ റൈസ് ടു ഫംഗ്ഷൻ പ്ലസ് ഒരു ഫംഗ്ഷൻ റൈസ് ടു ഫംഗ്ഷൻ എന്നൊക്കെ വന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യമേ കയറും ലോഗ് അപ്ലൈ ചെയ്യത്തില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അവർക്ക് പേര് കൊടുക്കും. ആദ്യമേ എന്ത് ചെയ്യും? പേര് കൊടുക്കും. നമുക്ക് പേര് കൊടുക്കാം. അതാണ്ട് ഇവനെ ഞാൻ എന്തോ വിളിച്ച് യു എന്ന് വിളിച്ച്, ഇവനെ ഞാൻ എന്തോ വിളിച്ച് വി എന്ന് വിളിച്ച്. പ്രശ്നമില്ല. സോ വൈ ഈസ് ഈക്വൽ ടു എന്താ? യു പ്ലസ് വി. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ്. ആണ്. സോ നമുക്ക് ആദ്യം ഡി യു ബൈ ഡി എക്സ് വേണം, ഡി വി ബൈ ഡി എക്സ് വേണം. കണ്ടുപിടിക്കാം, സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. യു ഈസ് ഈക്വൽ ടു എന്താ തന്നേക്കുന്നത്? യു ഈസ് ഈക്വൽ ടു നമ്മൾ ആർക്കാ യു എന്ന് പേര് കൊടുത്തത്? എക്സ് പ്ലസ് 1 ബൈ എക്സ് ദ ഹോൾ റൈസ് ടു എക്സ്. ഇവനായിരുന്നു. അങ്ങനെ ഇതാ നോക്കിക്കോ. എക്സ് പ്ലസ് 1 ബൈ എക്സ് ദ ഹോൾ റൈസ് ടു എക്സിന് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഓക്കെ, യു എന്ന് പേര് കൊടുത്താൽ. സോ ലോഗ് യു ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് ഓഫ് എക്സ് പ്ലസ് 1 ബൈ എക്സ്. ഓക്കെ ആണേ? ഓക്കെ. സോ 1 ബൈ യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു യു ഡാഷ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ ആരാ? ലോഗ് ഓഫ് എക്സ് പ്ലസ് 1 ബൈ എക്സ് യു ഡാഷ് വി പ്ലസ് യു ഇൻറ്റു ബി ഡാഷ് ലോഗിൻ്റെ ഇവൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഇവൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അവൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കും? ലോഗിൻ്റെ ഡെറിവേറ്റീവ് എനിക്ക് എന്തായാലും അറിയാം. എന്താ? 1 ബൈ എക്സ് പ്ലസ് 1 ബൈ എക്സ് ലോഗിൻ്റെ ഡെറിവേറ്റീവ്. കാരണം ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 ബൈ എക്സ്. ലോഗ് എക്സ് അല്ല കിടക്കുന്നത്, ഇവനാണ് കിടക്കുന്നത്. സോ എന്ത് ചെയ്യണം? അവൻ്റെ ഡെറിവേറ്റീവ്. പക്ഷേ അവിടെ കൊണ്ട് തീർന്ന ആൻസർ ഇല്ല. നമുക്കറിയാം ഇതിനകത്ത് കിടന്ന് എന്താ? വേറൊരു ഫംഗ്ഷനാണ്. സോ എന്ത് ചെയ്യണം? എക്സ് പ്ലസ് 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവും കൂടെ എടുക്കണം. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? സോ എക്സ് പ്ലസ് 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവും കൂടെ നമ്മൾ എടുക്കണം. എക്സ് പ്ലസ് 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ആദ്യമേ എക്സിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് അങ്ങനെ ചെയ്താൽ മതി. എക്സ് പ്ലസ് 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ്. സോ ആദ്യമേ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇല്ലയോ? നമുക്ക് എന്താ വേണ്ടുന്നത്? എക്സ് പ്ലസ് 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവാണ് വേണ്ടുന്നത്. ആണ്. കാരണം എന്താ? അതിനകത്ത് കിടന്ന ഫംഗ്ഷൻ എന്തുവാ? എക്സ് പ്ലസ് 1 ബൈ എക്സ്. സോ ഇൻറ്റു എന്ത് ചെയ്യണം? അവൻ്റെ ഡെറിവേറ്റീവും കൂടെ ചെയ്യണം. കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റ് ചെയ്യുന്നത് ചെയിൻ റൂൾ. എക്സ് പ്ലസ് 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തുവാ? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തുവാ? -1 ബൈ എക്സ് സ്ക്വയർ.
വൺ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ. എങ്ങനെ മനസ്സിലായി? വൺ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ എക്സ് റൈസ് ടു മൈനസ് വൺ ആണ്. എക്സ് റൈസ് ടു മൈനസ് വൺ ഡെറിവേറ്റീവ് എന്താ മൈനസ് വൺ എക്സ് റൈസ് ടു മൈനസ് വൺ സോ മൈനസ് ടു എന്ന് വരും. നമ്മുടെ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ റൂൾ ഇല്ലയോ, ആ റൂൾ ഉപയോഗിച്ചാൽ മതി. വൺ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു മൈനസ് വൺ. സോ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ മൈനസ് വൺ ഇൻറ്റു എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ അല്ലേ. സോ മൈനസ് വൺ ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് വൺ അതെന്ത് കിട്ടും മൈനസ് ടു. അല്ലെങ്കിൽ നമുക്ക് പറയാതെ എന്താ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ. ഓക്കെ ഓക്കെ. സോ ഇതെന്ത് കിട്ടും വൺ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ കിട്ടും. ഓക്കെ ആണേ. ഓക്കെ. സോ അതുമായി ഇനി നമുക്ക് ആരെ വേണ്ടുന്നത് ഡി യു ബൈ ഡി എക്സ് ആണ് വേണ്ടുന്നത്. ഡി യു ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു യുവിനെ അപ്പുറം കൊണ്ടുപോകുക. യു ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ എത്ര എക്സ് പ്ലസ് വൺ ബൈ എക്സ് ദ ഹോൾ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് ഓഫ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് പ്ലസ് എക്സ് ഇൻറ്റു വൺ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ കണ്ടോ വൺ ബൈ എക്സ് പ്ലസ് വൺ ബൈ എക്സ്. ഓക്കെ ആണേ. ഓക്കെ. എന്താ ചെയ്തത് എക്സ് ഇൻറ്റു ഇതേ ഇൻറ്റു ഇത്. ഓക്കെ. സോ എക്സ് ഇൻറ്റു ഇതേ ഡിവൈഡഡ് ബൈ ഇത്. ഓക്കെ. സോ ഇതിനെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി അത്രേ ഉള്ളൂ എക്സ് ഇൻറ്റു അടുത്ത ടൈം എന്താ വേണ്ടേ ഇത് ന്യൂമറേറ്റർ കിടന്നതാണ്. സോ അതിന് എന്ത് ചെയ്യാം ന്യൂമറേറ്റർ തന്നെ എഴുതാം വൺ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ. ഇതെവിടെ കിടന്നതാ ഡിനോമിനേറ്റർ കിടന്നതാണ്. ഓക്കെ ഓക്കെ. സോ ഇത്രയായി ഡി യു ബൈ ഡി എക്സ് കിട്ടി. ഇനി ഇതുപോലെ നമുക്ക് ആരെ വേണം ഡി വി ബൈ ഡി എക്സ് വേണം. ഡി വി ബൈ ഡി എക്സ്. സോ ഡി വി ബൈ ഡി എക്സിനെ കണ്ടുപിടിക്കാം. ഡി വി ബൈ ഡി എക്സ് വി ആരാ വി ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു വൺ പ്ലസ് വൺ ബൈ എക്സ്. ലോഗ് എടുക്കാം. ലോഗ് വി ഈസ് ഈക്വൽ ടു വൺ പ്ലസ് വൺ ബൈ എക്സ് ഇൻറ്റു ലോഗ് എക്സ് എഴുതാം. ഇനി വൺ ബൈ വൈ ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു യു ഡാഷ് ഫസ്റ്റ് വൺ പ്ലസ് വൺ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് സീറോ വൺ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് എക്സ് കണ്ടോ യു ഡാഷ് ഇൻറ്റു വി പ്ലസ് എന്തുകൊണ്ട് യു അതേപോലെ എഴുതാം വൺ പ്ലസ് വൺ ബൈ എക്സ് ഇൻറ്റു വി ഡാഷ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ്. ഓക്കെ. സോ ഡി വി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും വി ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ എത്ര എക്സ് റൈസ് ടു വൺ പ്ലസ് വൺ ബൈ എക്സ് ഇൻറ്റു വി ഇൻറ്റു ബ്രാക്കറ്റ് എന്തുകൊണ്ട് വൺ ബൈ എക്സ് ഇൻറ്റു വൺ പ്ലസ് വൺ ബൈ എക്സ് മൈനസ് എന്തുകൊണ്ട് വൺ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് എക്സ്. ഓക്കെ ഓക്കെ. സോ നമുക്ക് ആൻസർ ആയില്ലയോ. നമുക്ക് എന്ത് കിട്ടി ആൻസറിലോട്ടെത്തി. ഡി വൈ ബൈ ഡി എക്സ് അല്ലാതെ നമുക്ക് വേണ്ടുന്നത് ആണ് ഡി വൈ ബൈ ഡി എക്സ് ആയിരുന്നു നമുക്ക് വേണ്ടുന്നത്. സോ എഴുതാം നമുക്ക് ഡി വൈ ബൈ ഡി എക്സ്. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ്. ഡി യു ബൈ ഡി എക്സ് എന്താ എക്സ് പ്ലസ് വൺ ബൈ എക്സ് ദ ഹോൾ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് ഓഫ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് പ്ലസ് എക്സ് ഇൻറ്റു വൺ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൺ ബൈ എക്സ്. അത്രയായി. ഇനി എന്തുകൊണ്ട് ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് എന്തുവാ എക്സ് റൈസ് ടു വൺ പ്ലസ് വൺ ബൈ എക്സ് ഇൻറ്റു ആണോ ആണ് ഇൻറ്റു എന്തുകൊണ്ട് വേണ്ടേ വൺ പ്ലസ് വൺ ബൈ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ ലോഗ് എക്സ്. ഓക്കെ. അപ്പോൾ ലെങ്തി ആയിട്ടുള്ളൊരു ആൻസർ കിട്ടി നമുക്ക് അല്ലേ. സോ ഒന്നുമില്ല യു ആയിട്ട് എടുക്കുക വി ആയിട്ട് എടുക്കുക യുവിൻ്റെ ഡെറിവേറ്റീവ് സെപ്പറേറ്റ് കണ്ടുപിടിക്കുക വിയുടെ ഡെറിവേറ്റീവ് സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. ഇങ്ങനെയുള്ള ഏത് ഫംഗ്ഷൻ വന്നാലും ഡെറിവേറ്റീവ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആയാലും അല്ലാത്തൊക്കെ ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻസിൻ്റെയൊക്കെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാവുന്നതാണ്. നമ്മൾ ഒത്തിരി വട്ടം ചെയ്തിട്ടുള്ളത് അല്ലയോ. ഇവിടെ അത്രേ ചെയ്തിട്ടുള്ളൂ കണ്ടോ യു ഡാഷ് ഇൻറ്റു വി പ്ലസ്
യു എക്സിനെ അതേപോലെ എഴുതി ഇൻറ്റു ബി ഡാഷ്. എന്താ ആകെ ചെയ്തത്? ലോഗ് ഓഫ് എക്സ് പ്ലസ് 1/xന്റെ ഡെറിവേറ്റീവ് എന്ന് കണ്ടുപിടിച്ചു. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/x. സോ ലോഗ് ഓഫ് എക്സ് പ്ലസ് 1/x എന്ന് പറഞ്ഞാൽ 1/x പ്ലസ് 1/x. ഇൻറ്റു എന്ത് വേണം? അകത്ത് വന്നേക്കുന്ന ആ ഫംഗ്ഷൻ എന്താ? എക്സ് പ്ലസ് 1/x. അതിൻ്റെയും കൂടെ ഡെറിവേറ്റീവ് എടുക്കണം. സോ എക്സ് പ്ലസ് 1/xന്റെ ഡെറിവേറ്റീവ് എടുത്തു. അത്രേ ചെയ്തിട്ടുള്ളൂ നമ്മൾ. കണ്ടോ? എക്സ് പ്ലസ് 1/xന്റെ ഡെറിവേറ്റീവും കൂടെ എടുത്തു. എക്സ് പ്ലസ് 1/xന്റെ ഡെറിവേറ്റീവ് എന്താ? എക്സ് പ്ലസ് 1/xന്റെ ഡെറിവേറ്റീവ് ഇതാ. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. സിമ്പിളാണ് ഇതൊക്കെ. സിമ്പിൾ. എക്സ് പ്ലസ് 1/xന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് 1/x. എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ഡെറിവേറ്റ് ചെയ്താൽ പോരെ? ഈസി അല്ലേ? ഈസി. എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്ര? 1. 1/xന്റെ ഡെറിവേറ്റീവ് എത്ര? -1/x². അതല്ലേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഇതാണ്ട് 1 - 1/x². ഓക്കെ. സോ അങ്ങനെ ഡി യു ബൈ ഡി എക്സും ഉണ്ട്, ഡി വി ബൈ ഡി എക്സും ഉണ്ട്. സിംപ്ലി എന്ത് ചെയ്യുക? അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ. നമുക്കിവിടെ ഒന്നും കോമൺ എടുക്കാനൊന്നുമില്ല, വേറെ ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതാണ്ട് 1 - 1/x². അത് ശരിക്കും പറഞ്ഞാൽ x² - 1 ഡിവൈഡഡ് ബൈ x² എന്ന് വരും. ഇത് x² + 1 ഡിവൈഡഡ് ബൈ x എന്നും വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കുറച്ച് ക്യാൻസലേഷൻ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഞാനൊന്നുകൂടെ അതും കൂടെ ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ ക്യാൻസലും കൂടെ ചെയ്ത് കാണിച്ചു തരാം. എന്തായാലും നമ്മൾ ഇത്രയും ചെയ്തതല്ലേ, നമുക്ക് ക്യാൻസൽ ചെയ്തതൊന്ന് വൃത്തിയായിട്ട് എഴുതി വയ്ക്കാം. ഓക്കെ, നോക്കിക്കേ. ഇതാണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു x² + 1 ഡിവൈഡഡ് ബൈ എക്സ്. അങ്ങനെ എഴുതാം. x² + 1 ഡിവൈഡഡ് ബൈ എക്സ് ദ ഹോൾ റൈസ് ടു എന്താ? എക്സ് ഇൻറ്റു ലോഗ് ഓഫ് x² + 1 ഡിവൈഡഡ് ബൈ എക്സ്. അങ്ങനെ എഴുതാം, കുഴപ്പമില്ല. അപ്പോൾ എഴുതുമ്പോൾ ഒരു ഭംഗിയാണ്. ഇനി ഇതാ നോക്കിയാൽ x² - 1 എക്സ് ഇൻറ്റു x² - 1 ഡിവൈഡഡ് ബൈ എന്ത് വരും? x² വരും. ഇനി ആ താഴത്തതിനെ ചെയ്താലോ? ഇതിനെ ചെയ്താലോ? x² + 1 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് വരും. ഓക്കെ. സോ വേണമെങ്കിൽ ഈ എക്സും ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് ഈ എക്സും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ. പ്ലസ് അടുത്ത ടൈം എന്താ? അതവിടെ കഴിഞ്ഞു. അടുത്ത ടൈം എന്താ? x⁻1 + 1/x അല്ലയോ? സോ x⁻1 + 1/x. അതിനെ അങ്ങനെ തന്നെ എഴുതാം. ഇൻറ്റു ഇവിടെ എന്താ ഉണ്ട്? ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ആയി x + 1 ഡിവൈഡഡ് ബൈ എക്സ് വരും. സോ അതെന്താവും? ഇവിടെ താഴെ ആൾറെഡി ഒരു എക്സ് ഉണ്ടായിരുന്നത് എന്താവും? x² ആവും. മൈനസ് ലോഗ് എക്സ് ബൈ x². ഓക്കെ. ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു x² + 1 ഡിവൈഡഡ് ബൈ എക്സ് അല്ലേ? ദ ഹോൾ റൈസ് ടു എക്സ് ഉണ്ടല്ലേ? ദ ഹോൾ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് ഓഫ് x² + 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഇവിടെ വേണമെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ ചെയ്യാം. x² - 1 നമുക്ക് എന്ത് ചെയ്യാം? എക്സ് വേണ്ട, അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണ്ട. ഇത്രയേ ഉള്ളൂ. x² - 1 ഡിവൈഡഡ് ബൈ x² + 1 പ്ലസ് x⁻1 + 1/x ഇൻറ്റു x + 1 - log x ഡിവൈഡഡ് ബൈ x². ഓക്കെ. നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ നോക്കാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. y ഈസ് ഈക്വൽ ടു log x the whole raised to x plus x raised to log x. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് പേര് കൊടുക്കും അല്ലേ? രണ്ടാൾക്കാരുണ്ട്. സോ രണ്ട് പേര് കൊടുക്കും. യു എന്നാക്കും, വി എന്നാക്കും. സോ നമുക്ക് എന്ത് ചെയ്യണം? ഉറപ്പായിട്ട് നമുക്കറിയാം ഡി യു ബൈ ഡി എക്സും ഡി വി ബൈ ഡി എക്സും നമുക്ക് വേണം അല്ലയോ? സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് എന്നാവും. ഓക്കെ. യു എന്നും വി എന്നും പേര് കൊടുത്താൽ എന്താവും? ഡെറിവേറ്റീവ് രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കുക. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എടുക്കുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ആവും. ഇവിടെ ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ്. സോ നമുക്കിനി ആരെയൊക്കെ വേണം? ഡി യു ബൈ ഡി എക്സ് ആദ്യം വേണം. ഡി യു ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ ആരാ? യു എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് റൈസ് ടു എക്സ് ആ വരുന്നത് ഇല്ലയോ? യു ഈസ് ഈക്വൽ ടു എന്താ? യു ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് ദ ഹോൾ റൈസ് ടു എക്സ്.
സോ ലോഗ് എക്സ് ദ ഹോൾ റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു യു. രണ്ട് സൈഡിലും വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ലോഗ് എടുക്കണം. കാരണം ഒരു എക്സ്പോണൻഷ്യൽ ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്നത് അല്ലേ. സോ ലോഗ് യു ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് ലോഗ് എക്സ് റേസ് ടു എക്സ്. കണ്ടോ, ലോഗ് ഓഫ് ലോഗ് എക്സ് റേസ് ടു എക്സ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, പവറിനെ ഇങ്ങനെ താഴെ എഴുതാമായിരുന്നു അല്ലയോ. സോ എക്സ് ഇൻറ്റു ലോഗ് ഓഫ് ലോഗ് എക്സ് എന്ന് വരും. എക്സ് ഇൻറ്റു ലോഗ് ഓഫ് ലോഗ് എക്സ്. സോ 1/u ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു, ഇതാ നോക്കിയേ, ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക. സോ എന്ത് ചെയ്യും, യു ഡാഷ് 1 ഇൻറ്റു വി അതേപോലെ എഴുതുക ലോഗ് ഓഫ് ലോഗ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ലോഗ് ഓഫ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ലോഗ് ഓഫ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ലോഗ് ഓഫ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ഫസ്റ്റ് ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1 ലോഗ് എക്സ് വരും. പക്ഷേ നമുക്കറിയാം ലോഗ് ഓഫ് എക്സ് അല്ല കിടന്നത്, ലോഗ് ഓഫ് ലോഗ് എക്സ് ആ കിടന്നത്. സോ ആ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവും കൂടെ ചെയ്യണം അല്ലേ. സോ ഈ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/x. ഓക്കെ ആണേ. ഓക്കെ, ആ എക്സും ഈ എക്സും കൂടെ എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോകും. സോ ഡി യു ബൈ ഡി എക്സ് ഈസിക്കൽ എന്ത് കിട്ടും, യു ഇൻറ്റു, യു എന്ന് പറഞ്ഞാൽ എന്താ, ലോഗ് എക്സ് ദ ഹോൾ റേസ് ടു എക്സ്, യു ഇൻറ്റു ഇവിടെ കിടന്ന ആരാ, ഇവിടെ കിടന്ന ആരാ, യു ഇൻറ്റു, യുവിനെ ഇപ്പുറം കൊണ്ടുവന്നാൽ യു ഇൻറ്റു ബാക്കി ഇവിടെ ആര് കിടപ്പുണ്ടായിരുന്നു, ഇവിടെ ഇതാ നോക്കിയേ, ലോഗ് ഓഫ് ലോഗ് എക്സ് പ്ലസ് ആരുണ്ടായിരുന്നു ഇവിടെ, 1/log x ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, സോ ഡി യു ബൈ ഡി എക്സ് കിട്ടി. ഇനി ഇതുപോലെ നമുക്ക് ആരെ കണ്ടുപിടിക്കണം, ഡി വി ബൈ ഡി എക്സും വേണം അല്ലയോ. സോ ഡി യു ബൈ ഡി എക്സ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണം, ഡി വി ബൈ ഡി എക്സ് വേണം. സോ ഡി വി ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. ഇനി ഡി വി ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. ഡി വി ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. സോ വി ഈസ് ഈക്വൽ ടു എന്തെന്ന് നമ്മുടെ കയ്യിലുണ്ട്, എക്സ് റേസ് ടു ലോഗ് എക്സ് ഉണ്ട്. സോ എക്സ്പോണൻഷ്യലായിട്ട് കിടക്കുക, നമുക്ക് എന്ത് ചെയ്യണം, ലോഗ് എടുക്കണം. സോ ലോഗ് വി ഈസ് ഈക്വൽ ടു, ലോഗ് എടുത്തു കഴിഞ്ഞാൽ ഈ ലോഗ് എക്സ് എന്ത് ചെയ്യും, ആ പവറായിട്ട് എഴുതിയിരിക്കുന്നതിന് നമുക്ക് ഈ താഴെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലയോ. സോ ലോഗ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് വരും. ശരിക്കും പറഞ്ഞാൽ എന്ത് വരും, ലോഗ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് വരും. ലോഗ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്തുവാടേ, ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലേ, ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ. സോ അങ്ങനെ എഴുതാം. ഇനി എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് എടുക്കുക, 1/v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 2x. സോ ലോഗ് എക്സിൻ്റെ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 2 ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ആയിരുന്നെങ്കിൽ 2x മതിയായിരുന്നു. പക്ഷേ എക്സ് സ്ക്വയർ അല്ല, എക്സിന് പകരം വന്നിരിക്കുന്നത് എന്താ, ലോഗ് എക്സാണ്. സോ ഇൻറ്റു എന്ത് ചെയ്യണം, ആ ലോഗ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കൂടെ ഡെറിവേറ്റീവ് എടുക്കണം. കണ്ടോ. സോ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/x. ആൻസറായി ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്താ, വി ഇൻറ്റു, വി എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് റേസ് ടു ലോഗ് എക്സ്, വി ഇൻറ്റു, കണ്ടോ, വി അപ്പുറം കൊണ്ടുപോകണം, റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകണം. സോ വി ഇൻറ്റു, അത് എക്സ് റേസ് ടു ലോഗ് എക്സ് ഇൻറ്റു അകത്ത് കിടക്കുന്ന നേരാ 2 log x ബൈ എക്സ്, 2 log x ബൈ എക്സ്. ഓക്കെ ഓക്കെ, പിന്നെ വേണമെങ്കിൽ ഒന്നുകൂടെ മാറ്റി എഴുതാം കേട്ടോ. എക്സ് റൈസ് ടു ലോഗ് എക്സ് ബൈ എക്സ് റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് റൈസ് ടു ലോഗ് എക്സ് മൈനസ് 1 ഇൻറ്റു 2 log x ബൈ എക്സ്, ഇങ്ങനെ ആക്കാം. ഓക്കെ ഓക്കെ, സോ ആൻസറായി ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു, ഡെറിവേറ്റീവിലേ കണ്ടുപിടിക്കേണ്ടത്, കണ്ടുപിടിച്ചു. എന്താ, ഡി യു ബൈ ഡി എക്സ്, ഡി യു ബൈ ഡി എക്സ് എന്താ, ലോഗ് എക്സ് ദ ഹോൾ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് ഓഫ് ലോഗ് എക്സ് പ്ലസ് 1/log x. ഓക്കെ, ഇനി എന്തുണ്ട്, പ്ലസ് ഡി വി ബൈ ഡി എക്സ് ഉണ്ട് അല്ലേ, ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ്. ഡി വി ബൈ ഡി എക്സ് എന്താ, ഡി വി ബൈ ഡി എക്സ് എക്സ് റൈസ് ടു ലോഗ് എക്സ് ഇൻറ്റു 2 log x ബൈ എക്സ്. ഓക്കെ ആണേ. ഓക്കെ, സോ നോക്കിയോ, അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, y ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു എക്സ്, ഒരു എക്സ്പോണൻഷ്യൽ കിടപ്പുണ്ട്, പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് എക്സ്. അത് എക്സ്പോണൻഷ്യൽ ഒന്നുമല്ല, സാധാ പോലെ ഒരു ഫംഗ്ഷൻ കിടക്കും അല്ലേ, സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് എക്സ് എന്ന് കിടക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും, അതാ നോക്കിയാൽ ഞാൻ പറഞ്ഞ ഒരു ഫംഗ്ഷൻ റൈസ് ടു ഫംഗ്ഷൻ പ്ലസ് ഒരു ഫംഗ്ഷൻ റൈസ് ടു ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ലോഗ് ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യത്തില്ല, അപ്ലൈ ചെയ്യത്തില്ല. ഇവിടെ അതേപോലെ തന്നെ ഒരു ഫംഗ്ഷൻ റൈസ് ടു ഫംഗ്ഷൻ പ്ലസ്, പിന്നെ അടുത്തത് വന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ റൈസ് ടു ഫംഗ്ഷൻ എന്നുള്ളൊരു ഫോമിലൊന്നും അല്ല, പക്ഷേ വേറൊരു ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. ലോഗ് അപ്ലൈ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ, കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം ലോഗ് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ്
ഒന്നും പറഞ്ഞു തരും ഇല്ലയോ. ലോഗ് ഓഫ് രണ്ട് ടേം എന്താ പ്ലസ് ചെയ്ത് കിടക്കുക, നമുക്ക് വല്ല പ്രയോജനമുണ്ടോ, ഒരു പ്രയോജനമില്ല. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, പേര് കൊടുക്കും. ഇവനെ ഞാൻ വിളിക്കും യു, ഇവനെ ഞാൻ വിളിക്കും വി. കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. സോ വൈ ഈസ് ഈക്വൽ ടു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്താ യു പ്ലസ് വി ആ. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് ആണ്. അപ്പോൾ നമുക്ക് ആരെയൊക്കെ വേണം, ഡി യു ബൈ ഡി എക്സ് വേണം ആദ്യമേ. സോ യു ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു എക്സ്. കണ്ടോ, എക്സ്പൊണൻഷ്യലായിട്ട് കിടക്കുക. നമുക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, ലോഗ് എടുക്കും. സോ ലോഗ് യു ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു എക്സ്, അല്ലെങ്കിൽ ലോഗ് യു ഈസ് ഈക്വൽ ടു എക്സിങ് ഇവിടെ എഴുതാം, അല്ലെങ്കിൽ പവറായിട്ട് എഴുതിക്കുന്നുണ്ടെങ്കിൽ താഴെ എഴുതാം. സോ എക്സ് ഇൻറ്റു ലോഗ് ഓഫ് സൈൻ എക്സ്. സോ ഡെറിവേറ്റ് ചെയ്യുക 1/u du/dx ഈസ് ഈക്വൽ ടു എന്താ യു ഡാഷ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 യു ഡാഷ് ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു ലോഗ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. സോ ലോഗ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/sin x ഇൻറ്റു എന്തുകൊണ്ട് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കൂടെ ചെയ്യണം. കണ്ടോ, സൈൻ എക്സ് ആയിരുന്നു, ലോഗ് എക്സ് അല്ലായിരുന്നു, ലോഗ് സൈൻ എക്സ് ആയിരുന്നു. സോ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഓക്കെ. സോ ഡി യു ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു യു ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നടാ സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു എക്സ്, യു ഇൻറ്റു ഇവിടെ എന്താ കിടന്നത് ലോഗ് സൈൻ എക്സ് പ്ലസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ബൈ സൈൻ എക്സ്. സൈൻ ബൈ കോസ് എന്താ ടാൻ, കോസ് ബൈ സൈൻ എന്താ കോട്ട് എക്സ്. ഓക്കെ. സോ ഡി യു ബൈ ഡി എക്സ് കിട്ടി. ഇനി ഇതേപോലെ ആരെ വേണം നമുക്ക്, ഡി വി ബൈ ഡി എക്സ് വേണം. സോ വി ഈസ് ഈക്വൽ ടു നമ്മുടെ കയ്യിലുണ്ട്, വി ഈസ് ഈക്വൽ ടു എന്താ സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് എക്സ്. സോ ഡി വി ബൈ ഡി എക്സ് എന്താ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് നമുക്കറിയാം 1/√(1 മൈനസ് എക്സ് സ്ക്വയർ) അല്ലയോ. എക്സിന് പകരം ഇവിടെ വന്നിരിക്കുന്നത് റൂട്ട് എക്സ്. സോ റൂട്ട് എക്സിൻ്റെ സ്ക്വയർ ഇൻറ്റു എക്സിന് പകരം വന്നത് എന്താ റൂട്ട് എക്സ്. സോ എന്ത് ചെയ്യണം, റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊടുക്കണം. കണ്ട, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതിനകത്ത് റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ എന്ത് ചെയ്യണം, സൈൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക ഇൻറ്റു എന്ത് ചെയ്യണം റൂട്ട് എക്സിൻ്റെയും കൂടെ ഡെറിവേറ്റീവ് എടുക്കണം. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ 1/2 റൂട്ട് എക്സ്. പഠിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ, നമ്മളിത് എങ്ങനെ വന്നതെന്നും കണ്ടിട്ടുള്ളതാണ്. ഓക്കെ. സോ ഡി വി ബൈ ഡി എക്സ് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു ഒന്നുകൂടെ വൃത്തിയായിട്ട് എഴുതാം നമുക്ക് 1/√(റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എത്ര എക്സാ. സോ 1 മൈനസ് എക്സ് എന്ന് വരും. കണ്ടോ, റൂട്ട് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ എക്സാ. സോ 1/√(1 മൈനസ് എക്സ് ഇൻറ്റു 1/2 റൂട്ട് എക്സ്. ഓക്കെ ആണേ. ഓക്കെ. സോ എല്ലാവരും ആയി, ആൻസർ എഴുതാം നമുക്ക്. ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് എത്ര സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് ഓഫ് സൈൻ എക്സ് പ്ലസ് എക്സ് കോട്ട് എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ്. ഡി വി ബൈ ഡി എക്സ് എന്താ 1/2 റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ്. ഓക്കെ. സോ ഇതായിരിക്കും എന്തോന്ന് ഡി വൈ ബൈ ഡി എക്സ്. നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ, y ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു കോസ് എക്സ്. ഓക്കെ. സോ എക്സ് റൈസ് ടു സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു കോസ് എക്സ്. y ഈസ് ഈക്വൽ ടു നമുക്കറിയാം, നമുക്ക് ഡയറക്റ്റ് ലോഗ് എന്ത് ചെയ്യത്തില്ല, നമ്മൾ അപ്ലൈ ചെയ്യത്തില്ല, പേര് കൊടുക്കും യു, പേര് കൊടുക്കും വി. സോ നമുക്ക് ഇനി എന്തൊക്കെ വേണം, ഡി യു ബൈ ഡി എക്സും വേണം, ഡി വി ബൈ ഡി എക്സും വേണം അല്ലയോ. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്താ ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ്. സംശയമൊന്നുമില്ല. കാരണം ഇത് യു ആ, വിത്ത് റെസ്പെക്ട് ടു യുവിന് എക്സിന് യുവിനെയും ഡെറിവേറ്റ് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ വിനെയും ഡെറിവേറ്റ് ചെയ്യണം. ഓക്കെ. സോ യു ഈസ് ഈക്വൽ ടു എന്താ എക്സ് റൈസ് ടു സൈൻ എക്സ്. സോ ഡി യു ബൈ ഡി എക്സ് എന്ത് വരും, ഡി യു ബൈ ഡി എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ ലോഗിലാക്കണം. സോ ലോഗ് യു ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ഇങ്ങനെ താഴെ വരും ലോഗ് എക്സ് എന്ന് വരും. ഓക്കെ.
സോ 1/u du/dx ഈസ് ഈക്വൽ ടു യു ഡാഷ്, അതായത് കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. ഓക്കെ, യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ് ലെബനിറ്റ്സ് റൂൾ. സോ du/dx ഈസ് ഈക്വൽ ടു യു ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ എക്സ്. ഓക്കെ, സോ യു എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് റേസ് ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ലോഗ് എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ എക്സ്. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? വിനെയും കണ്ടുപിടിക്കണം അല്ലയോ? സോ വിനെയും കണ്ടുപിടിക്കാം. വി. സോ വി ഈസ് ഈക്വൽ ടു എന്താ? വി ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ദ ഹോൾ റേസ് ടു കോസ് എക്സ്. ആണ് സൈൻ എക്സ് റേസ് ടു കോസ് എക്സ്, എക്സ് റേസ് ടു അല്ല, സൈൻ എക്സ് റേസ് ടു കോസ് എക്സ്. സോ ലോഗ് വി ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു ലോഗ് ഓഫ് സൈൻ എക്സ്. ഓക്കെ ആണേ? ഓക്കെ, സോ ബാക്കി എഴുതാം. അതാണ് ഇങ്ങോട്ട് എഴുതുകയെന്ന് കഴിഞ്ഞാൽ ഡെറിവേറ്റ് ചെയ്യാം. 1/v dv/dx ഈസ് ഈക്വൽ ടു യു ഡാഷ്, കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, യു ഡാഷ് ഇൻറ്റു വി, അതായത് ലോഗ് ഓഫ് സൈൻ എക്സ് യു ഡാഷ് വി പ്ലസ് എന്തുകൊണ്ട് യു വി ഡാഷ്, യു എന്ന് പറഞ്ഞാൽ ആരാ? കോസ് എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. ലോഗ് ഓഫ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/sin x ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് അല്ലയോ? കോസ് എക്സ്. ഓക്കെ, സോ dv/dx എന്ന് പറയുന്നത് എന്ത് കിട്ടും? വി ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്, അല്ലെങ്കിൽ കോസ് എക്സ് ബൈ സൈൻ എക്സ് കോട്ട് എക്സ് വരും. സോ ഇതിനെന്ത് വിളിക്കാം? കോസ് എക്സ് ഇൻറ്റു കോട്ട് എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഈ ടൈം കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്താവും? കോട്ടാവും. കോട്ട് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്നാവും. ഓക്കെ, മൈനസ് ടൈം രണ്ടാമത് എഴുതുക. ഓക്കെ, സോ മൈനസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് ഓഫ് സൈൻ എക്സ്. ഓക്കെ, സോ dv/dx ഈസ് ഈക്വൽ ടു വിക്ക് പകരം നമുക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ആരാ കിടക്കുന്നത്? കോസ് എക്സ് കോട്ട് എക്സ് മൈനസ് സൈൻ എക്സ് ലോഗ് ഓഫ് സൈൻ എക്സ്. ഓക്കെ ആണേ? ഓക്കെ, സോ അങ്ങനെയാണേ പറ നമ്മുടെ ആൻസർ എന്താ? dy/dx ഈസ് ഈക്വൽ ടു എന്താ? du/dx പ്ലസ് du/dx നമ്മൾ കണ്ടുപിടിച്ചു എന്താ? എക്സ് റേസ് ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് du/dx പ്ലസ് dv/dx നമുക്ക് കിട്ടി എന്താ? സൈൻ എക്സ് ദ ഹോൾ റേസ് ടു കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോട്ട് എക്സ് മൈനസ് സൈൻ എക്സ് ലോഗ് സൈൻ എക്സ്. ആൻസറായി. ഓക്കെ, അപ്പോൾ ആൻസറൊക്കെ വെച്ചൊരു ലെങ്തിയാണ്, പക്ഷേ പ്രൊസീജിയർ എന്താ? സിമ്പിളാണ്. സെയിം പ്രൊസീജിയറാണ് നമ്മൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്ന അതേ പ്രൊസീജിയർ. ഓക്കെ, സോ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. 10ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യും? തനിയൊന്ന് ചെയ്ത് നോക്കുക. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? തനിയൊന്ന് ചെയ്ത് നോക്കുക. 10ഉം എനിക്ക് തോന്നുന്നു 11ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, വേണ്ട, 11ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ തന്നെ ചെയ്ത് കാണിച്ചു തരാം. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്തായാലും എന്ത് ചെയ്യുക? തനിയെ ചെയ്യാൻ നോക്കുക. 11ാമത്തെ ക്വസ്റ്റ്യന് സിമിലറാണ്, അത് ഞാൻ എന്ത് ചെയ്യാം? ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, എന്താ തന്നേക്കുന്നത്? ഇതാണ്ട പേര് കൊടുക്കാം. നമുക്ക് ഇതിനെ യു എന്നും കൊടുക്കാം, ഇതിനെ എന്ത് കൊടുക്കാം? വി എന്നും കൊടുക്കാം. സോ യു ഈസ് ഈക്വൽ ടു എന്താ? എക്സ് ഇൻറ്റു കോസ് എക്സ് ദ ഹോൾ റേസ് ടു എക്സ് ആണ്. സോ ലോഗ് യു ഈസ് ഈക്വൽ ടു പവറിനെ നമുക്ക് ഇവിടെ എഴുതാം. അടുത്ത് എന്തുകൊണ്ട്? ലോഗ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ഓക്കെ ആണല്ലേ? ഓക്കെ, ഒന്നുമില്ല, പവറിനെ ഇങ്ങനെ താഴെ എഴുതാമല്ലോ. ലോഗ് രണ്ട് സൈഡിൽ ലോഗ് എടുത്തു കഴിഞ്ഞാൽ പവറായിട്ട് എഴുതിയെങ്കിൽ എന്ത് ചെയ്യാം? താഴെ എഴുതാം. സോ എക്സ് ഇൻറ്റു ലോഗ് ഓഫ് എക്സ് കോസ് എക്സ്. അങ്ങനെ ആണെങ്കിൽ ഡെറിവേറ്റീവ് 1/u du/dx ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ഡെറിവേറ്റ് ചെയ്യണം. റൈറ്റ് ഹാൻഡ് സൈഡ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ അതാണ്ടോ രണ്ട് ഫംഗ്ഷൻ എന്ത് ചെയ്തേക്കുക? മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക. രണ്ട് ഫംഗ്ഷൻ എന്ത് ചെയ്തേക്കുക? മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക. കണ്ടോ? ഇതൊരു ഫംഗ്ഷൻ, ഇത് വേറൊരു ഫംഗ്ഷൻ. ആ രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കുമ്പോൾ അറിയാം അതെന്താ? ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. ലോഗ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എക്സ് നടക്കുന്നു. ലോഗ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എക്സ്. സോ അതിനകത്ത് വീണ്ടും ഒരു ഫംഗ്ഷൻ കിടപ്പുണ്ട്.
മൾട്ടിപ്ലൈ ചെയ്ത് രണ്ട് ഫംഗ്ഷൻ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിടപ്പുണ്ട്. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് രണ്ട് ഫംഗ്ഷൻ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിടപ്പുണ്ട്. ഓക്കെ ഓക്കെ സോ വലിയ കാര്യമൊന്നുമില്ല. ഇതിനെല്ലാം ഡെറിവേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാവുന്നില്ലയോ, നമ്മളത് പഠിച്ചതാണ്, പ്രാക്ടീസ് ചെയ്ത് വന്നതാണ്, നമ്മൾ ഇതെല്ലാം ചെയ്ത് വന്നതാണ്. ഓക്കെ ഓക്കെ സോ 1/u ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് ഹാൻഡിലാകുമ്പോഴോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു യു ഡാഷ് വി അല്ലയോ, ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, യു ഡാഷ് ഇൻറ്റു വി രണ്ടാമത്തെ ഫംഗ്ഷൻ ഏതാ, അപ്പം രണ്ടാമത്തെ ഫംഗ്ഷൻ ലോഗ് ഓഫ് എക്സ് കോസ് എക്സ് യു ഡാഷ് വി, അതായത് 1 ഇൻറ്റു ഇത് യു വി, ഇത് യു ഇത് വി എന്ന് വിചാരിക്കുക. സോ യു ഡാഷ് ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു യു അതേപോലെ എഴുതി ഇൻറ്റു വി ഡാഷ്, അതായത് ലോഗ് ഓഫ് എക്സ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ലോഗ് ഓഫ് എക്സ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/x കോസ് എക്സ്. എന്ത് ചെയ്യണം, ലോഗ് എക്സ് അല്ല കിടന്നത്, പകരം ഇങ്ങനെ ഒരു ഫംഗ്ഷനാണ് കിടന്നത്. സോ എന്ത് ചെയ്യണം, ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൂടെ എടുക്കണം. അതായത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് കോസ് എക്സ് കൂടെ വേണം നമുക്ക്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് കോസ് എക്സ് കൂടെ വേണം. ഓക്കെ സോ ഡി യു ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു യുവിനെ അപ്പുറത്തോട്ടുണ്ടോ യു ഇൻറ്റു ലോഗ് ഓഫ് എക്സ് കോസ് എക്സ് പ്ലസ് എക്സ് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഡിനോമിനേറ്റർ എന്ത് വരും, കോസ് എക്സ് വരും, ഇൻറ്റു എന്തുകൊണ്ട് ഡെറിവേറ്റീവ് ഓഫ് എക്സ് കോസ് എക്സ്. എക്സ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഓക്കെ സോ എന്ത് കിട്ടും, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. ഓക്കെ എക്സ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. ഓക്കെ ആണേ. ഓക്കെ സോ ഇവിടെ എന്തോ ഉണ്ടായിരുന്നു, ഒരു 1/cos എക്സ് ഉണ്ടായിരുന്നു, ഇൻറ്റു ഈ എക്സ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റ് ചെയ്യുമ്പം കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. ഓക്കെ ഓക്കെ സോ ഡി യു ബൈ ഡി എക്സ് കിട്ടി. ഡി യു ബൈ ഡി എക്സ് ഇസിക്കൽ ടു യു ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് കോസ് എക്സ് ദ ഹോൾ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ്. ഓക്കെ ആൻസർ കംപ്ലീറ്റ് ആയോ? ആൻസർ കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് ആരേ കിട്ടിയുള്ളൂ, യുവിനെ കിട്ടിയുള്ളൂ. ഇതുപോലെ നമ്മൾ ആരെയും ചെയ്യണം, വി എയും ചെയ്യണം. ഓക്കെ ഇതുപോലെ നമുക്ക് ആരെയും ചെയ്യണം, വി എയും ചെയ്യണം. നമ്മുടെ വി എന്താ, വി ഈസ് ഈക്വൽ ടു വി എന്താ, വി ഈസ് ഈക്വൽ ടു എക്സ് സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു 1/x, എക്സ് സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു 1/x. ഓക്കെ സോ ലോഗ് വി എന്ത് വരും, പവറിനെ ഇങ്ങനെ താഴെ എഴുതാം, 1/x ഇൻറ്റു ലോഗ് ഓഫ് എക്സ് സൈൻ എക്സ്. ഓക്കെ ഓക്കെ സോ ലോഗ് വി ഈസ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലോഗ് ഓഫ് എക്സ് സൈൻ എക്സ് ആണ് നടക്കുന്നത്. സോ അതിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. സോ 1/x ഇൻറ്റു സ്പ്ലിറ്റ് ചെയ്യും, ലോഗ് എ ഇൻറ്റു ബി എന്താ, ലോഗ് എക്സ് പ്ലസ് ലോഗ് സൈൻ എക്സ്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തുകൂടെ, സ്പ്ലിറ്റ് ചെയ്യാം. ഡെറിവേറ്റ് ചെയ്യും, 1/v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റ് ചെയ്യുക. റൈറ്റ് ഹാൻഡ് സൈഡ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഫംഗ്ഷൻ ഇതായിട്ട് എടുക്കാം, രണ്ടാമത് കിടക്കുന്ന ഫംഗ്ഷൻ എന്താണ്ട് ഇതായിട്ട് എടുക്കാം. എടുത്തുകൂടെ, 1/x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അടുത്ത മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്നത് രണ്ടാമത്തെ ഫംഗ്ഷൻ, എടുക്കാമല്ലോ, എടുക്കാം. അങ്ങനെയാണെങ്കിൽ പറ 1/x ഇൻറ്റു ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ചെയ്തു പോകാം. കാരണം 1/xനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കുക, ലോഗ് എക്സ് സൈൻ എക്സിന് എന്ത് ചെയ്യുക, സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുക്കുക. അങ്ങനെയും ചെയ്യാം. ഓക്കെ അങ്ങനെയും ചെയ്യാം. എനിവേ ഇങ്ങനെ ചെയ്താലും പെട്ടെന്ന് ആൻസർ കിട്ടും, ഇങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും, ഒരേപോലെ തന്നെയുള്ളൂ. രണ്ട് രീതിയിലും എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. ഞാൻ ഈ രീതി ചെയ്യാം, നിങ്ങൾ മറ്റേ രീതിയിലൊന്ന് ചെയ്തു നോക്കുക, ആൻസർ കിട്ടുമെന്ന് നോക്കുക. ഓക്കെ സോ 1/v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസിക്കൽ 1/x ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് ലോഗ് സൈൻ എക്സ്. ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സോ ഡെറിവേറ്റീവ് 1/xൻ്റെ ഡെറിവേറ്റീവ് എന്താ, -1/x². സോ -1/x² യു ഡാഷ് ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനെ അതേപോലെ അങ്ങ് എഴുതിയാൽ മതി, ലോഗ് എക്സ് പ്ലസ് ലോഗ് സൈൻ എക്സ്. ഓക്കെ പ്ലസ് യു ഇൻറ്റു അതായത് 1/x ഇൻറ്റു വി ഡാഷ് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഡെറിവേറ്റീവ്, അതായത് ലോഗ് എക്സ് പ്ലസ് ലോഗ് സൈൻ എക്സിൻ്റെ നമുക്ക് എന്ത് വേണം, ലോഗ് സൈൻ എക്സിൻ്റെ എന്ത് വേണം, ഡെറിവേറ്റീവ് വേണം.
അപ്പോൾ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ഡെറിവേറ്റ് ചെയ്യാം. ആദ്യമേ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ 1/x പ്ലസ് അടുത്ത ആരുണ്ട് ലോഗ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. നമുക്കറിയാം ലോഗ് സൈൻസിൻ്റെ ഡെറിവേറ്റീവ് എന്താ 1/sin x ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കൂടെ ഇടണം കോസ് എക്സ്. ഓക്കെ, സോ dv/dx ഈസ് ഈക്വൽ ടു വി അപ്പുറത്തോട്ട് കൊണ്ടുപോക്കോ വി ഇൻറ്റു എന്തൊക്കെയുണ്ട് ഫസ്റ്റ് പോസിറ്റീവ് ടേമിനെ ഞാൻ ഫസ്റ്റ് എഴുതാം. കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്താവും കോട്ട് എക്സ് ആവും അല്ലേ. സോ കോട്ട് എക്സ് പ്ലസ് 1/x ആണേ കോട്ട് എക്സ് പ്ലസ് 1/x. ഓക്കെ, ഇവിടെ ഒരു 1/x ഉണ്ടല്ലേ, 1/x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ അകത്തോട്ട്. ഈ 1/x കൊണ്ട് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലയോ. 1/x കൊണ്ട് നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. സോ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിക്കേ എന്താവും 1/x² ആവും. എന്താവും 1/x² ആവും. സോ ഇതെന്താവും കോട്ട് എക്സ് ബൈ എക്സ് ആവും. കണ്ടോ 1/x² ആവും, കോട്ട് എക്സ് ബൈ എക്സ് ആവും. അടുത്ത ആരുണ്ട് മൈനസ് ഇവിടെ x²-നകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും മൈനസ് log x ബൈ x² മൈനസ് ലോഗ് സൈൻ എക്സ് ബൈ x². ഓക്കെ ആണേ. ഓക്കെ, സോ dv/dx ഈസ് ഈക്വൽ ടു വി ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ എന്താ എക്സ് സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു 1/x ഇൻറ്റു ഇവിടെ x² ടേംസ് എല്ലാം എന്ത് ചെയ്യാം ഒറ്റ ബ്രാക്കറ്റിനകത്താക്കാം നമുക്ക് അല്ലേ. സോ കോട്ട് എക്സ് ബൈ എക്സ് പ്ലസ് ഇവിടെ എല്ലാം x² ഡിനോമിനേറ്റർ അല്ലയോ. സോ കോമൺ ഡിനോമിനേറ്റർ ആക്കി എഴുതാം. മേളിൽ എന്തൊക്കെയുണ്ട് 1 മൈനസ് ലോഗ് എക്സ് മൈനസ് ലോഗ് സൈൻ എക്സ്. സോ du/dx കിട്ടി, dv/dx കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. എന്തോ കിട്ടാൻ ഓക്കെ. സോ നമുക്ക് ആൻസറിലോട്ട് അടുത്താണ് എന്ത് ചെയ്താൽ മതി, dv/dx കിട്ടി, du/dx കിട്ടി. സോ du/dx നടക്കും. സ്വയന്മാർ രണ്ടും കിട്ടിയില്ലയോ? കിട്ടി. അങ്ങനെ നമുക്ക് പറയാം ഇനി എന്താ dy/dx ഈസ് ഈക്വൽ ടു du/dx പ്ലസ് dv/dx. ഓക്കെ, സോ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി, ആൻസർ ആവും. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മക്കളേതാ നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, നമുക്ക് എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, നമുക്ക് ഇതാണ്ട് 12 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസിന് എക്സസൈസ് ക്വസ്റ്റ്യൻസിനകത്ത് dy/dx കണ്ടുപിടിക്കാനാണ്. സോ ഇത്രയും നേരം കണ്ടുപിടിച്ച അത് സെയിം സംഭവം തന്നെ അത് തന്നെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ സിമിലർ സാധനം നമ്മൾ കണ്ടതാണ്, നമ്മൾ ചെയ്തതാണ്, സിമിലർ ആയിട്ടുള്ള സാധനം ചെയ്തതാണ് അല്ലേ. x⁻y പ്ലസ് y⁻x പ്ലസ് ഒരു ടേമും കൂടെ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ u,v,w 3 ടേമൊക്കെ ആക്കി നമ്മൾ ചെയ്തതാണ്. സോ ഇത് ചെയ്യാനറിയാം. സിമിലർ ക്വസ്റ്റ്യൻ ഈ വീഡിയോയിൽ തന്നെ ചെയ്തതാണ്. എടുത്ത് വയ്ക്കുക, നോക്കുക, ചെയ്ത് നോക്കുക. ഓക്കെ, ഒന്നുമില്ല, അതേപോലെ എടുത്ത് എഴുതുക. x⁻y പ്ലസ് y⁻x ഈസ് ഈക്വൽ ടു 1. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺ ബോത്ത് സൈഡ്. ഇത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് ചെയ്യേണ്ടത് നമ്മൾ. ഓക്കെ, പക്ഷേ അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് കൊടുക്കണം, ഇവന്മാർ ഒരു ഫംഗ്ഷൻ റൈസ്ഡ് ഫംഗ്ഷൻ, ഇത് ഒരു ഫംഗ്ഷൻ റൈസ്ഡ് ഫംഗ്ഷൻ നടക്കും. എന്ത് കൊടുക്കും, പേര് കൊടുക്കും, u,v എന്ന് പേര് കൊടുക്കും. സോ u പ്ലസ് v ഈസ് ഈക്വൽ ടു 1. ഇനി എന്ത് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ du/dx പ്ലസ് dv/dx ഈസ് ഈക്വൽ ടു 1 ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0. സോ du/dx കണ്ടുപിടിക്കുക, മുകളിൽ dy/dx കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന ടേമുകളാണ്. സോ ആ ടേമുകളെല്ലാം ഒരു സൈഡിൽ ഇടുക, dy/dx മാത്രം എടുക്കുക, ബാക്കിയുള്ളവന്മാരെല്ലാം അപ്പുറം കൊണ്ടുവിടുക. സോ dy/dx ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, സോ ഇത് നമ്മൾ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇതിനെക്കാട്ടും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. സോ ഇത് ഞാൻ
നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാൻ വിടുക. ഓക്കെ, ഇത് തനിയെ ചെയ്ത് നോക്കണം. ഡൗട്ട് വരുവാണെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക, ക്ലാരിഫൈ ചെയ്യുക. ഓക്കെ, സോ തനിയെ ചെയ്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ ആണേ? ഓക്കെ. അതുപോലെ 13ാമത്തെ ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ. രണ്ട് സൈഡിലും എന്ത് ചെയ്യുക, ആദ്യം ലോഗ് അപ്ലൈ ചെയ്യുക. ആദ്യം എന്ത് ചെയ്യുക, ലോഗ് അപ്ലൈ ചെയ്യുക. നമുക്ക് കിടക്കുന്ന എങ്ങനെ, y⁻x എന്ന രണ്ട് സൈഡിലും ആദ്യം എന്ത് ചെയ്യുക, ലോഗ് അപ്ലൈ ചെയ്യുക. ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പവറിനെ താഴെ എഴുതാം, x log y y log x എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം രണ്ട് സൈഡിലും, ഓൺ ബോത്ത് സൈഡ്. ഓക്കെ ആണോ? ഓക്കെ ആണേ? ചെയ്യാമല്ലേ? ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ. അങ്ങനെ ചെയ്യാമല്ലോ. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ cos x the whole raised to y cos y the whole raised to x. അത് നമുക്ക് എങ്ങനെ ചെയ്യാം, ഇതുപോലെ തന്നെ എഴുതുക. ആദ്യം ലോഗ് അപ്ലൈ ചെയ്യുക, ഇങ്ങനെ എഴുതുക. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. കാരണം താണ്ട് ഈ ടേം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അറിയാം, ഈ ടേം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അറിയാം. നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ കണ്ട സാധനങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, സോ അതൊന്നും ഇനി എന്ത് ചെയ്യുന്നില്ല, ചെയ്ത് കാണിക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇതാണ്ട് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് കാണിച്ചു തരാം ഞാൻ. ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. നോക്കി, ആ പ്രോബ്ലം എന്താ, ഇതാ നോക്കിയോ. നമുക്ക് ആദ്യം ഒന്ന് മായ്ച്ചു കളയാം. ഇതാ നോക്കിക്കോ. വരുന്നുണ്ട്, 5 മിനിറ്റ് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയല്ലേ. അത് തുറന്നിട്ട് കഴിഞ്ഞാൽ ഇത് മൊത്തം കേൾക്കത്തില്ല. അടയ്ക്കൊന്നും മിണ്ടായിരിക്കാൻ പറ. നോക്കിയേ നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഏതാ, 15ാമത്തെ ക്വസ്റ്റ്യൻ. മറ്റേ മൊത്തം ചെയ്യാൻ അറിയാം നമുക്ക്. ഓക്കെ, സോ xy ഈസ് ഈക്വൽ ടു e⁻x - y എന്ന് നടക്കുന്നത് അല്ലയോ. xy ഈസ് ഈക്വൽ ടു e⁻x - y എന്ന് നടക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഏതാ നോക്കിയേ, ലോഗ് അപ്ലൈ ചെയ്യാം. രണ്ട് സൈഡിലും എന്ത് ചെയ്യാം, ലോഗ് അപ്ലൈ ചെയ്യാം. സോ ലോഗ് ഓഫ് x × y ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് e⁻x - y. രണ്ട് സൈഡിൽ ഞാൻ നാച്ചുറൽ ലോഗ് എടുത്തെന്ന് വിചാരിക്കും. ഓക്കെ. സോ ലോഗ് ഓഫ് എക്സ് ഇൻറ്റു വൈ എന്താ, ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ലോഗ് e⁻x - y ആ പവറിനെ നമുക്ക് എന്ത് ചെയ്യാം, താഴെ എഴുതാം. ഇൻറ്റു എന്ത് വരും, ലോഗ് ഇ വരും. ദാണ്ട കണ്ടോ, ലോഗ് എടുത്തപ്പോൾ ഒരു ഗുണം കിട്ടിയത് കണ്ടോ, ലോഗ് ഇ എന്തായി, 1 ആയി. ഞാൻ പറഞ്ഞില്ലേ, ബേസ് ഇ ആയിട്ടുള്ള ലോഗാണ് നമ്മൾ രണ്ട് സൈഡിലും എടുത്തത്. സോ ലോഗ് ഇ എന്തായി, 1 ആയി. അങ്ങനെയാണെങ്കിൽ ഇനി എളുപ്പമാണ്. ഇനി നമ്മുടെ ഈ ഉള്ളത് ആരൊക്കെ ഉള്ളൂ, ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ ഈസ് ഈക്വൽ ടു x - y. dy/dx ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ആക്കാം, അല്ലെങ്കിൽ y എല്ലാം കൂടെ ഒരു സൈഡിലാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം രണ്ട് സൈഡിലും എന്ത് ചെയ്യുക, നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമുക്ക് അതാണല്ലോ വേണ്ടത്. അപ്പോൾ അതിനകത്തൊരു dy/dx കാണും, അവനെ മാത്രമേ എടുക്കും, ബാക്കിയുള്ളവനെല്ലാം ഒരു സൈഡിൽ കൊണ്ടുപോകും. നമ്മൾ ഈ ടൈപ്പ് എക്സസൈസുകൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. സോ എന്തായാലും ബോത്ത് സൈഡ്സിൽ എന്ത് ചെയ്യാൻ പോവുക, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റ് ചെയ്യാൻ പോകുക. സോ ലോഗ് എക്സിന് ഡെറിവേറ്റീവ് എന്ത് കിട്ടും, 1/x പ്ലസ് ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും, 1/y ഇൻറ്റു എന്താ ഉണ്ട്, ഒരു dy/dx ഉണ്ട്. കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സിലല്ലേ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ 1/x പ്ലസ് 1/y ഇൻറ്റു dy/dx ഈസ് ഈക്വൽ, ഈ സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 കിട്ടും, മൈനസ് വൈയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ dy/dx. ഓക്കെ ആണേ? ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് dy/dx കണ്ടുപിടിക്കണം. dy/dx എല്ലാം ഒരു സൈഡിൽ, ബാക്കിയുള്ളതെല്ലാം അപ്പുറം. ഓക്കെ, സോ 1/y ഇൻറ്റു dy/dx 11 ഇപ്പുറം കൊണ്ടുവരാം, പ്ലസ് dy/dx ഈസ് ഈക്വൽ ടു, അവിടെ 1 ഉണ്ടായിരുന്നു, അതാണ് ഈ 1/x കൂടെ അപ്പുറം പോകും. സോ മൈനസ് 1/x. ഓക്കെ അല്ലയോ? ഓക്കെ. സോ dy/dx കോമൺ ആയിട്ട് വെളിയിലെടുത്തു, 1/y പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/x. ഓക്കെ ആണേ? ഓക്കെ. സോ dy/dx ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/x ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1/y. ഭംഗിക്ക് അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ആൻസറായി. സോ എന്ത് ചെയ്യുക, ഇതാണ്ട് ഇത് ചെയ്ത് നോക്കുക. ഓക്കെ. നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ f of x ഈസ് ഈക്വൽ ടു. ഓക്കെ, സോ f of x അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത്, 1 പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് റൈസ് ടു 4 ഇൻറ്റു 1 പ്ലസ് എക്സ് റൈസ് ടു 8. സോ ഇതിന് എന്ത് കണ്ടുപിടിക്കണം, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. എളുപ്പമില്ലയോ?
ശരിക്കും പറഞ്ഞാൽ എളുപ്പമാണ്. അല്ലാതെ നമ്മൾ ലോഗരിതമിക് ഫംഗ്ഷൻ നമ്മുടെ ഇല്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടി പോയേനെ. കാരണം എന്താ, ഏതെങ്കിലുമൊക്കെ രണ്ട് ഫംഗ്ഷൻ്റെ പെയറാക്കി എടുത്തിട്ട് അതിനെ രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്ന രീതിയിലൊക്കെ എടുത്തിട്ട് ലെബനിറ്റ്സ് റൂളൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നേനെ, ഒത്തിരി വലിയൊരു പ്രോസസ്സ് ചെയ്യേണ്ടി വന്നേനെ. പക്ഷേ നമുക്കറിയാം ലോഗ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. സോ രണ്ട് സൈഡിൽ എന്ത് ചെയ്യുക, ലോഗ് എടുക്കുക. സോ ലോഗ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് 1 plus x into 1 plus x square into 1 plus x raised to 4 into 1 plus x raised to 8. ഇനി നമുക്കറിയാം ലോഗ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് ഇങ്ങനെ കിടക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്നതിനെല്ലാം പ്ലസ് ആക്കി എഴുതാം. ലോഗ് ഓഫ് 1 plus x പ്ലസ് ലോഗ് ഓഫ് 1 plus x square പ്ലസ് ലോഗ് ഓഫ് 1 plus x raised to 4 plus log of 1 plus x raised to 8. Okay, so 1 by y differentiate ചെയ്യുക. 1 by y dy by dx with respect to x ചെയ്യുമ്പോൾ log y ഡെറിവേറ്റീവ് 1 by y ഇൻറ്റു എന്താ ഉണ്ട് dy by dx ഈസ് ഈക്വൽ ടു ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1 by 1 plus x. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 1 plus x-ൻ്റെ ഡെറിവേറ്റീവ് വേണം. പക്ഷെ നമുക്കറിയാം 1 plus x-ൻ്റെ ആയാലും 1 plus x-ൻ്റെ ഡെറിവേറ്റീവ് എന്താ 1 ആ. പ്ലസ് 1 plus h square log of 1 plus h square ൻ്റെ ഡെറിവേറ്റീവ് 1 by 1 plus h square ഇൻറ്റു എന്താ ഉണ്ട് 1 plus h square ൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട് അല്ലേ. സോ അതെന്താ 2h പ്ലസ് അടുത്ത എന്താ 1 by 1 plus h raised to 4. 1 plus h raised to 4 ൻ്റെ ഡെറിവേറ്റീവ് എന്താ 4h ക്യൂബ് പ്ലസ് 1 by 1 plus h raised to 8 ഇൻറ്റു എന്താ 8h raised to 7. ഓക്കെ സോ dy by dx ഈസ് ഈക്വൽ ടു y ഇൻറ്റു y അപ്പുറത്തോട്ട് കൊണ്ടുപോകില്ലേ. സോ y ഇൻറ്റു y എന്തായിരുന്നല്ലേ, y എന്തായിരുന്നു 1 plus x ഇൻറ്റു 1 plus h square ഇൻറ്റു 1 plus h raised to 4 ഇൻറ്റു 1 plus h raised to 8 y ഇൻറ്റു ബാക്കി അകത്ത് കിടക്കുന്ന സാധനം 1 by 1 plus h പ്ലസ് 2h by 1 plus h square പ്ലസ് 4h cube by 1 plus h raised to 4 plus 8h raised to 7 by 1 plus h raised to 8. Answer. Okay, so നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, dy by dx at h equal to 1 അല്ലയോ, എഫ് ഡാഷ് ഓഫ് 1 ആ കണ്ടുപിടിക്കേണ്ടത് അല്ലയോ. എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ dy by dx at h equal to 1 ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ഡിനോട്ട് ചെയ്യാം. ഓക്കെ, h equal to 1-ലുള്ള ഡെറിവേറ്റീവ്. സോ സിമ്പിൾ. h equal to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനകത്ത് എന്ത് ചെയ്യുക, എക്സിന് എന്ത് കൊടുക്കുക 1 കൊടുക്കുക. ഡെറിവേറ്റീവ് നമുക്ക് കിട്ടി, അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്ക് കിട്ടി. എഫ് ഡാഷ് ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് 1 കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി, എക്സിന് പകരം എല്ലാം 1 കൊടുത്താൽ മതി. സോ 1 plus 1 എത്ര കിട്ടും 2 ഇൻറ്റു 1 plus 1 സ്ക്വയർ. എക്സിന് 1 കൊടുത്താൽ 1ൻ്റെ സ്ക്വയറോ 1ൻ്റെ റൈസ് ടു 4ഓ 1 റൈസ് ടു 8ഓ എന്തോ ആയിക്കോട്ടെ, അതെല്ലാം എന്ത് തന്നെ 1 തന്നെ വരത്തുള്ളൂ. സോ 1 plus 1 2 1 plus 1 2 1 plus 1 2 കണ്ടോ 2 2 2 2 2 2 2 2 ഇൻറ്റു എന്തുകൊണ്ട് 1 by 1 plus 1 2. സോ 1 by 2 പ്ലസ് 2 by 2 പ്ലസ് 2 by 2 പ്ലസ് 2 by 2 plus 4 divided by 2 plus 8 divided by 1 plus 1 2 8 by 2. Okay, which is equal to, അതാണ് നോക്കിയാൽ 2 into 2 4 4 into 2 8 8 into 2 16 into ഇവിടെ എന്താ 1 by 2 plus 2 by 2 plus 4 by 2 plus 8 by 2. ഞാൻ എന്ത് ചെയ്യാൻ പോകും, മുകളിലെല്ലാം ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് 2 അല്ലേ ഉള്ളത്. അപ്പോൾ 8 4 12 12 2 14 14 1 15 അല്ലയോ, 2 1 3 4 3 7 7 8 15. സോ 16 ഇൻറ്റു 15 by 2 വിച്ച് ഈസ് ഈക്വൽ ടു 16ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 8. സോ 8 ഇൻറ്റു 15 കിട്ടും. ഓക്കെ ആന്നേ. ഓക്കെ 80 120 ആൻസർ കിട്ടും അല്ലേ, 120 ആൻസർ കിട്ടും. ഓക്കെ നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാ, ഡിഫറൻഷിയേറ്റ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 8 ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 7x പ്ലസ് 9 ഇൻ 3 വേസ് മെൻഷൻഡ് ബില്ലോ. താഴെ തന്നേക്കുന്ന 3 ഡിഫറെൻറ്റ് വേസിൽ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. യൂസിങ് പ്രോഡക്റ്റ് റൂൾ നമുക്കറിയാം. ആദ്യം കിടക്കുന്നവനെ
നമ്മൾ എന്ത് ചെയ്യും? യു എന്ന് വിളിക്കും. ആദ്യം കിടക്കുന്നവനെ നമ്മൾ എന്ത് വിളിക്കും? യു എന്ന് വിളിക്കും. ഇവനെ നമ്മൾ എന്ത് വിളിക്കും? വി എന്ന് വിളിക്കും. സോ യു ഇൻറ്റു വി എന്നുള്ള ഫോമാറ്റ് വന്നിട്ട് യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ് ഡിവൈഡഡ് ബൈ യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ് നമ്മുടെ ലെബനിറ്റ്സ് ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റും. ഈ പോളിനോമിയൽ ഫംഗ്ഷൻസിനെയൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഈസിയാണ്, നിങ്ങൾക്ക് അറിയാം അല്ലയോ? നമ്മൾ ഒത്തിരി വട്ടം ചെയ്തിട്ടുള്ള പോളിനോമിയൽ ഫംഗ്ഷൻസ്. സോ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് തനിയെ ഒന്ന് ചെയ്ത് നോക്ക്. ഓക്കെ, ഇനി ബൈ എക്സ്പാൻഡിങ് ദ പ്രോഡക്റ്റ് ടു ഒബ്റ്റെയിൻ എ സിംഗിൾ പോളിനോമിയൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? y ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ മൈനസ് 5x പ്ലസ് 8 ഇൻറ്റു എച്ച് ക്യൂബ് പ്ലസ് 7x പ്ലസ് 9. മൾട്ടിപ്ലൈ ചെയ്ത ഒരു ഒറ്റ പോളിനോമിയലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈസിയാണ്, എക്സ്പാൻഡ് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ഈ ഓരോ ടേമും അകത്തോട്ട് കയറ്റി എന്ത് ചെയ്യുക? നമുക്ക് എക്സ്പാൻഡ് ചെയ്യുക, ഒരു ഒറ്റ പോളിനോമിയലാക്കാം. എന്താ നോക്കിയേ, ഇങ്ങനെ രണ്ടായിട്ട് കിടക്കുന്നതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ്ട് എച്ച് സ്ക്വയറിനെ ആദ്യമേ എടുക്കാം. എച്ച് സ്ക്വയറിനെ എച്ച് ക്യൂബായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എച്ച് റൈസ് ടു 5. കണ്ടോ? എച്ച് റൈസ് ടു 5 പ്ലസ് എച്ച് സ്ക്വയറിൻ്റെ 7x, അപ്പോൾ അത് 7x ക്യൂബ് ആവും, പ്ലസ് എച്ച് സ്ക്വയർ 9x സ്ക്വയർ. ഇനി ആരും രണ്ടെണ്ണം മൈനസ് 5x എടുക്കണം. സോ മൈനസ് 5x ഇൻറ്റു എച്ച് ക്യൂബ് എത്ര? മൈനസ് 5x റൈസ് ടു 4 മൈനസ് 35x സ്ക്വയർ മൈനസ് 45x. ഇനി 8 പ്ലസ് 8x ക്യൂബ് പ്ലസ് 56x ഇല്ലയോ? 7 56 56x പ്ലസ് 72 y is equal to. Okay, so dy by dx is equal to എന്താ? dy by dx is equal to 5x raised to 4 plus 21x സ്ക്വയർ പ്ലസ് 18x മൈനസ് 20x ക്യൂബ് മൈനസ് 35 × 2 70x അല്ലേ? 70x മൈനസ് 45x പ്ലസ് 8x ക്യൂബ്. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലേ? 8x ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 8 അതേപോലെ എച്ച് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എത്ര? 3x സ്ക്വയർ. സോ 24x സ്ക്വയർ എന്ന് കിട്ടും, പ്ലസ് 56 പ്ലസ് 0. സോ ഇതായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ചെയ്തു നോക്ക്. ഇനി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം y ഈസ് ഈക്വൽ ടു എന്താ? അതാണ്ട് ഇതാ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലോഗ് എടുക്കാം. രണ്ട് സൈഡിലും എന്ത് ചെയ്യാം? ലോഗ് എടുക്കാം. സോ ലോഗ് y ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് 5x പ്ലസ് 8 ഇൻറ്റു ലോഗ് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് 5x മൈനസ് 8 ഇൻറ്റു എച്ച് ക്യൂബ് പ്ലസ് 7x പ്ലസ് 9. ഓക്കെ, സോ ലോഗ് y ഈസ് ഈക്വൽ ടു ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്തുവാ? 1/y dy ബൈ dx ഈസ് ഈക്വൽ ടു. ഈ സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നമുക്ക് എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് എടുക്കണം. ഡെറിവേറ്റീവ് ഓഫ് ഈ ലോഗിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. പക്ഷേ ലോഗിനകത്ത് മൾട്ടിപ്ലൈ ചെയ്ത് വന്നാൽ നമുക്ക് സ്പ്ലിറ്റ് ആക്കാം. എങ്ങനെ ആക്കാം? ലോഗ് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് 5x പ്ലസ് 8 പ്ലസ് ലോഗ് ഓഫ് എച്ച് ക്യൂബ് പ്ലസ് 7x പ്ലസ് 9 ആക്കിക്കൂടെ? ആക്കാം. അങ്ങനെയാണെങ്കിൽ dy ബൈ dx ഈസ് ഈക്വൽ ടു y ഇൻറ്റു y എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിനൽ ഫംഗ്ഷൻ എന്തായിരുന്നു? എച്ച് സ്ക്വയർ മൈനസ് 5x പ്ലസ് 8 ഇൻറ്റു എച്ച് ക്യൂബ് പ്ലസ് 7x പ്ലസ് 9 ഇൻറ്റു അതാ നോക്കിയാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആയിരുന്നു. റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടന്ന എന്താ? ഇതിൻ്റെ ഡെറിവേറ്റീവ് ആയിരുന്നു. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ഇതാണ്ട് ഈ ടേമിൻ്റെ ഡെറിവേറ്റീവ്. ഫസ്റ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും? 1/h സ്ക്വയർ മൈനസ് 5x പ്ലസ് 8 ഇൻറ്റു ഇവൻ്റെ ഡെറിവേറ്റീവ് എഴുതണം അല്ലയോ? ഇവൻ്റെ ഡെറിവേറ്റീവ് എഴുതണം. അവൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x മൈനസ് 5. അവൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x മൈനസ് 5 പ്ലസ് ഇവൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/h ക്യൂബ് പ്ലസ് 7x പ്ലസ് 9. അവൻ്റെ ഡെറിവേറ്റീവ് എന്താ? അവൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലയോ? ലോഗ് ഓഫ് എക്സ് അല്ല കിടന്നത്, പകരം ഈ ഫംഗ്ഷനാണ് കിടന്നത്. സോ എന്ത് ചെയ്യണം? ആ ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് എടുക്കണം. ആ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എന്താ? 3h സ്ക്വയർ പ്ലസ് 7. ഓക്കെ ആണോ? ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എച്ച് സ്ക്വയർ മൈനസ് 5x പ്ലസ് 8ഉം ഇതും ക്യാൻസലാവും, ഇതും ക്യാൻസലാവും. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്ത് ആൻസർ ആവും. സോ ഞാൻ എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാടാ. എന്തായാലും ഇത്ര ചെയ്തേലും നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാമെന്ന് വിചാരിച്ചതാണ്. കുഴപ്പമില്ല, ഞാൻ ചെയ്തു തരാം. തനിയെ ചെയ്യണം. ഓക്കെ, തനിയെ ആദ്യമേ എന്തായാലും ചെയ്തു നോക്കുക. കിട്ടിയില്ലെങ്കിൽ മാത്രമേ നോക്കാവേ. ഓക്കെ,
സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ കിടന്നത് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 8 ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 7x പ്ലസ് 9 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ എക്സ് ക്യൂബ് പ്ലസ് 7x പ്ലസ് 9 ഇൻറ്റു 2x മൈനസ് 5 പ്ലസ് ഇവൻ അങ്ങോട്ട് കയറ്റുമ്പോൾ എന്ത് കിട്ടും 3x സ്ക്വയർ പ്ലസ് 7 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 8 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാന്നേ ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 8 ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 7x പ്ലസ് 9 എന്ന് വരും. ഓക്കെ, സോ ഇതും ക്യാൻസൽ, ഇതും ക്യാൻസൽ. ഓക്കെ, സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ്പാൻഡ് ചെയ്ത് നോക്ക് 2x ക്യൂബ് എക്സ് റൈസ് ടു 4 ആവും അല്ലയോ. സോ 2x റൈസ് ടു 4 ആവും, അത് പ്ലസ് 14x സ്ക്വയർ ആവും പ്ലസ് 18x ആവും. ഇനി മൈനസ് 5x ക്യൂബ് മൈനസ് 35x മൈനസ് 45 പ്ലസ് ഇനി എന്ത് ചെയ്യുക, ഇതാണ് ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും 3x റൈസ് ടു 4 മൈനസ് 15x ക്യൂബ് മൈനസ് 3x റൈസ് ടു 4 മൈനസ് 15x ക്യൂബ് പ്ലസ് 24x സ്ക്വയർ ഇനി അടുത്ത കാര്യം 7 വെച്ചിട്ട് പ്ലസ് 7x സ്ക്വയർ മൈനസ് 35x പ്ലസ് 56 കിട്ടും. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യുക, എക്സ് റൈസ് ടു 4 എല്ലാം കൂടെ കൂട്ടുക. അതേപോലെ എക്സ് റൈസ് ടു 4ൻ്റെ ടേംസ് എല്ലാം കൂടെ കൂട്ടി എഴുതുക. 2x റൈസ് ടു 4 ഉണ്ട്, ഒരു 3x റൈസ് ടു 4 ഉണ്ട്. അതേപോലെ 14x സ്ക്വയറിൻ്റെ ടേം എല്ലാം കൂടെ എഴുതുക. 14x സ്ക്വയർ ഉണ്ട്. വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഒരു 24x സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഇനി അതേപോലെ എക്സിൻ്റെ ടേമുകൾ 18x ഉണ്ട്. അതേപോലെ നമ്മുടെ മൈനസ് 35x ഉണ്ട്. ഇവിടെ ഒരു മൈനസ് 35x ഉണ്ടായിരുന്നല്ലോ, അതാണ്ട് ഇവിടെയും മൈനസ് 35x ഉണ്ട്. ഓക്കെ, ഇനി എക്സ് ക്യൂബിൻ്റെ ടേം അതേപോലെ സിമിലറായിട്ട് എക്സ് ക്യൂബിൻ്റെ ടേമുകളെല്ലാം ഒരുമിച്ചാക്കുക. ഓക്കെ, സോ അന്നേരത്തേക്കും ഫൈനൽ ആൻസർ ആവും. ആ ആൻസർ ഏതുമായിട്ട് മാച്ച് ആവും, നമ്മളെ ഇതാണ്ട് ഇതുമായിട്ട് മാച്ച് ആവും. എക്സ് റൈസ് ടു 4ൻ്റെ കാര്യം തന്നെ എക്സാമ്പിൾ നോക്കും. 5x റൈസ് ടു 4 കിടക്കുന്നത്, അത് നോക്കിയേ 2x റൈസ് ടു 4ഉം 3x റൈസ് ടു 4 എത്രയായി, 5x റൈസ് ടു 4 ആയി. ഓക്കെ, ഇനി എക്സ് സ്ക്വയറിൻ്റെ ടേംസിൻ്റെ കാര്യം നോക്കേ. എക്സ് സ്ക്വയർ 21x സ്ക്വയർ ആവുന്നുണ്ടോ നോക്ക്. 14x സ്ക്വയർ, പിന്നെന്തുകൊണ്ട് 14x സ്ക്വയർ. സോ താണ്ട് ഒരു 24x സ്ക്വയർ. ഓക്കെ, സോ 24x സ്ക്വയർ ആണ്. 21x സ്ക്വയർ, ഇവിടെ 21x സ്ക്വയർ ഉണ്ട്, ഒരു 24x സ്ക്വയർ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 14x സ്ക്വയർ ഉണ്ട്, ഒരു 24x സ്ക്വയർ ഉണ്ട്. 14ഉം ഒരു 7x സ്ക്വയറും കൂടെ കാണും ഇല്ലയോ. സോ ഒരു അതാണ്ട് കിടക്കുന്നത് ഒരു 7x സ്ക്വയറും കൂടെ ഉണ്ട്. സോ ഈ 14 ഇതും കൂടെ 21x സ്ക്വയർ ആവും. ഇത് 24x സ്ക്വയർ അല്ലാതെ കിടപ്പുണ്ട്. ഓക്കെ, സോ ശരിക്കും പറഞ്ഞാൽ മറ്റേതും ഇതും എന്തായിരിക്കും, സെയിം ആൻസർ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, കിട്ടാൻ പോകുന്നത്. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കയറ്റി എഴുതുന്നതാണോ എളുപ്പം, ലോഗ് വെച്ചിട്ട് ചെയ്യുന്നതാണോ എളുപ്പം? ഉറപ്പായിട്ട് ലോഗ് വെച്ചിട്ട് ചെയ്യുന്നത് തന്നെയാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ സിമ്പിൾ. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞ 3 മെത്തേഡുകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? പ്രോഡക്റ്റ് റൂൾ, അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു വന്നേക്കുക. പ്രോഡക്റ്റ് റൂൾ കാരണം ആദ്യം തൊട്ടേ ചെയ്യുന്നതാണ്. പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് എത്ര കണക്കുകളാണ് നമ്മൾ ചെയ്തത്, ഒത്തിരി കണക്കുകൾ ചെയ്തു. സോ പ്രോഡക്റ്റ് റൂൾ ചെയ്യുക. എക്സ്പാൻഡിങ് പ്രോഡക്റ്റ് ടു ഒബ്റ്റെയിൻ സിംഗിൾ. അപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് ഞാൻ കാണിച്ചു തന്നു. എക്സ്പാൻഡ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ വൃത്തിയായിട്ട് ഇച്ചിരി ശ്രദ്ധയോട്ടിരുന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കൃത്യമായിട്ട് എക്സ്പാൻഡ് ചെയ്ത് ആൻസർ ആക്കാൻ പറ്റും. പിന്നെന്താ, നമ്മൾ ഇതിനെയൊക്കെ എളുപ്പമാക്കാൻ പഠിച്ചായിരുന്നു. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ നമ്മളതും ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ഒരു എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നോക്കാം. ഇഫ് യു വി ആൻഡ് ഡബ്ല്യു ആർ ഫങ്ഷൻസ് ഓഫ് എക്സ്, യുവും വിയും ഡബ്ല്യു എന്താ എക്സിൻ്റെ ഫംഗ്ഷൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഷോ ദാറ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് യു ഇൻറ്റു വി ഇൻറ്റു ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ പോലെ എഴുതിയിട്ടുണ്ട് അല്ലേ. ഡി ബൈ ഡി എക്സ് ഇൻറ്റു വി ഇൻറ്റു ഡബ്ല്യു പ്ലസ് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡബ്ല്യു പ്ലസ് യു വി ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി എക്സ്. അപ്പോൾ ഇതാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രൂവ് ചെയ്യണം.
എങ്ങനെയൊക്കെ പ്രൂവ് ചെയ്യണം? ഇൻ 2 ways. ഫസ്റ്റ് ബൈ റിപ്പീറ്റഡ് ആപ്ലിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ് റൂൾ. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യുക. പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ 2 എണ്ണം ആയിരുന്നെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. ഇവിടെ പക്ഷേ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പോൾ അതെ, എങ്ങനെ 3 എണ്ണം ഉപയോഗിച്ച് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇനി എന്ത് ചെയ്യണം? സെക്കൻഡ് ബൈ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. തനിയെ ചെയ്തോ, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ വെച്ച് തനിയെ ചെയ്തോ. നമ്മുടെ ഈ തന്നിട്ടുണ്ട് y ഈക്വൽ ടു എന്താ? u ഇൻറ്റു വി ഇൻറ്റു ഡബ്ല്യു. രണ്ട് സൈഡിൽ ലോഗ് എടുക്കുക. ലോഗ് y ഈക്വൽ ടു എന്താ? ലോഗ് യു പ്ലസ്, കണ്ടോ, ലോഗ് ഓഫ് യു ഇൻറ്റു വി ഇൻറ്റു ഡബ്ല്യു എന്താവും? ആ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്നതിനെല്ലാം സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? സോ ലോഗ് യു പ്ലസ് ലോഗ് വി പ്ലസ് ലോഗ് ഡബ്ല്യു. ഡെറിവേറ്റീവ് 1/y ഇൻറ്റു dy ബൈ dx ഈസ് ഈക്വൽ ടു 1/u ഇൻറ്റു du ബൈ dx പ്ലസ് 1/v ഇൻറ്റു, കണ്ടോ, ലോഗ് വിയുടെ ഡെറിവേറ്റീവ് 1/v, പക്ഷേ v ആയിരുന്നു. സോ ഇൻറ്റു എന്തുകൊണ്ട്? ഒരു dv ബൈ dx കൊണ്ട് പ്ലസ് 1/w ഇൻറ്റു dw ബൈ dx. ഓക്കെ, സോ dy ബൈ dx ഈസ് ഈക്വൽ ടു y ഇൻറ്റു 1/u du ബൈ dx പ്ലസ് 1/v dv ബൈ dx പ്ലസ് 1/w dw ബൈ dx. ആണേ? ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു y ഇൻറ്റു, y എന്ന് പറഞ്ഞാൽ എത്ര? ആദ്യത്തെ ഫംഗ്ഷൻ u ഇൻറ്റു വി ഇൻറ്റു ഡബ്ല്യു. ആണേ? ആണ്. ഇൻറ്റു 1/u du ബൈ dx പ്ലസ് 1/v dv ബൈ dx പ്ലസ് 1/w dw ബൈ dx. ഓക്കെ ഓക്കെ. സോ u ഇൻറ്റു വി ഇൻറ്റു ഡബ്ല്യു ഞാൻ എന്ത് ചെയ്യുക? അകത്തോട്ട് കയറ്റുക. സോ dy ബൈ dx ഈസ് ഈക്വൽ ടു, യുവിനെ ഇതിനകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ടൈമിൽ യുവും കട്ടാവും. അവിടെ എന്തോ ഉണ്ട് ബാക്കി? വി ഡബ്ല്യു du ബൈ dx പ്ലസ് ഈ u ഇൻറ്റു വി ഇൻറ്റു ഡബ്ല്യു അകത്തോട്ട് കയറ്റുമ്പോൾ രണ്ടാമത്തെ ടൈമിൽ വിയും കട്ടാവും. അവിടെ ബാക്കി എന്തുണ്ട്? u w dv ബൈ dx പ്ലസ് മൂന്നാമത്തെ ടൈമിൽ ഡബ്ല്യുവും കട്ടാവും. അപ്പോൾ അവിടെ ബാക്കി എന്തുണ്ട്? u v dw ബൈ dx. എടേ, ഇത് തന്നെയല്ലേ തന്നേക്കുന്നത്? dy ബൈ dx d ഓഫ് y അല്ലയോ? സോ dy ബൈ dx ഈസ് ഈക്വൽ ടു du ബൈ dx ഇൻറ്റു വി ഇൻറ്റു ഡബ്ല്യു, du ബൈ dx ഇൻറ്റു വി ഇൻറ്റു ഡബ്ല്യു പ്ലസ് u ഇൻറ്റു dv ബൈ dx, u ഇൻറ്റു w ഇൻറ്റു dv ബൈ dx പ്ലസ് u ഇൻറ്റു വി ഇൻറ്റു dw ബൈ dx, u ഇൻറ്റു വി ഇൻറ്റു dw ബൈ dx. സിമ്പിൾ സിമ്പിൾ. ഇത് നമുക്ക് എങ്ങനെയും ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്തും ചെയ്യണം. സോ y ഈസ് ഈക്വൽ ടു u ഇൻറ്റു വി ഇൻറ്റു ഡബ്ല്യു. പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് ചെയ്യണം. എങ്ങനെ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും? ഞാൻ u ഒരു ഫംഗ്ഷനായിട്ടും വിയും ഡബ്ല്യുവും അടുത്ത ഒരു ഫംഗ്ഷനായിട്ട് ഞാൻ കൺസിഡർ ചെയ്യാം. u എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ, വി ഇൻറ്റു ഡബ്ല്യു എന്ന് പറയുന്നത് എന്താ? രണ്ടാമത്തെ ഫംഗ്ഷനായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം dy ബൈ dx ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, അല്ലെങ്കിൽ വേണ്ട, u ഡാഷ് വി പ്ലസ് u വി ഡാഷ് ആണല്ലോ, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, അതായത് du ബൈ dx ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ എഴുതി പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ അതേപോലെ എഴുതി, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് d ബൈ dx ഓഫ് v ഇൻറ്റു ഡബ്ല്യു. ഓക്കെ ആണേ? ഓക്കെ. വിച്ച് ഈസ് ഈക്വൽ ടു v ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു du ബൈ dx പ്ലസ് u എഴുതി. ഇനി എന്ത് ചെയ്യണം? v ഇൻറ്റു ഡബ്ല്യുവിനെ ഡെറിവേറ്റ് ചെയ്യണം. അതങ്ങനെ ഡെറിവേറ്റ് ചെയ്യാം. വീണ്ടും നമ്മൾ ഏത് ഉപയോഗിക്കും? ലെബനിറ്റ്സ് റൂൾ ഉപയോഗിക്കും അല്ലയോ? പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കും. സോ വീണ്ടും, സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ dv ബൈ dx, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, യുവിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആൻസർ എന്ത് കിട്ടും? v ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു du ബൈ dx പ്ലസ് u ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു dv ബൈ dx പ്ലസ് u ഇൻറ്റു വി ഇൻറ്റു dw ബൈ dx. ആയേ? ആൻസർ ആയേ? ആൻസർ ആയി. ഓക്കെ, സോ ഇത് തന്നെയാണ് മറ്റേത്. ഓക്കെ ഓക്കെ. സോ പ്രോഡക്റ്റ് റൂൾ, മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് റൂൾ കണ്ടോ? ആദ്യമേ ഒരു പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്തു, രണ്ടെണ്ണത്തെ ഒരു ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? അവനെ വീണ്ടും എന്ത് ചെയ്തു? ഡെറിവേറ്റ് ചെയ്തു. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ,
സോ നമ്മുടെ 18ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നമ്മുടെ എക്സസൈസിലെ 5.5 എക്സസൈസിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്കും സെറ്റാകും. കഴിഞ്ഞ ക്ലാസ്സിലേ നമ്മൾ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ എക്സസൈസ് കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ നമ്മളെല്ലാ ഫംഗ്ഷൻസിനെയും ഡെറിവേറ്റ് ചെയ്യാൻ, കോമ്പോസിറ്റ് ഫംഗ്ഷൻസിനെയും അതേപോലെ തന്നെ നമ്മുടെ ചെയിൻ റൂൾ യൂസ് ചെയ്യുക. കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് വരുമ്പോൾ ചെയിൻ റൂൾ യൂസ് ചെയ്യാനും അതുപോലെ നമ്മുടെ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യാനും കോഷ്യൻ റൂൾ യൂസ് ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സെറ്റായിരുന്നതാണ്. സോ ഈ ഒരു സെഷനും കൂടെ ആയപ്പോഴത്തേക്കും ലോഗരിതമിക് ഫംഗ്ഷൻ വെച്ചിട്ട് ആ കുറച്ച് ഡെറിവേറ്റീവ്സിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈസി ആയിട്ട് ഡെറിവേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, സോ ആ ഈസിനെസ്സും കൂടെ കിട്ടി നമുക്ക്. സോ ഇത്രയും പ്രോബ്ലംസ് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി നമുക്കുള്ളത് പാരാമെട്രിക് ഫോം എന്ന് പറയുന്ന ഒരു പോർഷനും അതേപോലെ തന്നെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സും സിമ്പിൾ ടോപ്പിക്സാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് എല്ലാ പ്രോബ്ലംസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, സോ അടിപൊളിയായിട്ട് പഠിക്കുക. ഇതുവരെ പഠിച്ചതെല്ലാം സെറ്റാക്കി പഠിക്കുക. എല്ലാ പ്രോബ്ലംസും ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ഈ ലെക്ചർ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുക. ഇച്ചിരി ലെങ്തി ആയിപ്പോയി, എന്നാലും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. ഹാപ്പി ലേണിംഗ്. ബൈ.